ഓക്കെ, ലേറ്റ് ആയി പോയല്ല. ഒരു നമ്മൾ ലേറ്റ് ആകുന്തോറും നമ്മുടെ ടോപ്പിക്ക് വൈകും. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. ഇന്ന് ടൈം ടേബിള് മാറിയത് അറിഞ്ഞിരുന്നോ? ഇല്ല ടീച്ചർ. ഇല്ല. അപ്പൊ എന്റെ ബുക്ക് വേഗം പോയി എടുത്തിട്ട് വരെ. ബുക്ക് എടുത്തിട്ടില്ലെങ്കിൽ ഇന്ന് എന്റെ ബുക്ക് എടുക്കാം. അശ്വതി മിസ് അല്ല, എനിക്ക് നിർമ്മല ടീച്ചറിന്റെ ക്ലാസ് ആണല്ലേ? ശരണ്യ ടീച്ചറിന്റെ. ശരണ്യ ടീച്ചറിന്റെയോ? അല്ലടാ, ശരണ്യ ടീച്ചറും പിന്നാരാ? ട്രീസിയാ? അതെങ്ങനെ ഒരു അശ്വതി മിസ്സിന്റെ രമ്യ ടീച്ചറിന്റെ. ശരണ്യ ടീച്ചറിന് എനിക്ക് തോന്നുന്നു എന്തെങ്കിലും ആവട്ടെ. എന്തായാലും എന്നോട് എടുക്കാനാ പറഞ്ഞേ. ആരോ ലീവാണ്. ഐ തിങ്ക് അതാരാണാവും. എന്തെങ്കിലും ആവട്ടെ. അപ്പൊ ഓക്കെ, നമ്മള് എടുത്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്ററിലേക്ക് നമുക്ക് പോകാം. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് അല്ലെ? അതിന്റെ കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റില് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പേഴ്സണൽ പോളിസീസ്, അതായത് തൊഴിൽപരമായിട്ടുള്ള കുറെ പോളിസീസ്, അതുകൊണ്ട് അത് ഫോം ചെയ്യുന്നത് കൊണ്ട് എന്തൊക്കെ അഡ്വാൻറ്റേജസ് ഉണ്ട്, പിന്നെ അതിന്റെ ഒബ്ജക്റ്റീവ്സ്, പിന്നെ പ്രിൻസിപ്പിൾസ്, പിന്നെ എന്താ പറയാ എസെൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ്, പേഴ്സണൽ പോളിസീസിന്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ ഇത് പറഞ്ഞു. പിന്നെ നമ്മള് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരുന്നത് ലാസ്റ്റ് ക്ലാസ്സിൽ എടുത്തുകൊണ്ടിരുന്നത് ഏതായിരുന്നു? ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ആണ് അല്ലെ? ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ആണ്. എന്താണ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് നമ്മൾ മനസ്സിലാക്കി. അതായത് ഇൻ ആൻ ഓർഗനൈസേഷൻ ഹൗ ദ ടാസ്ക് ഈസ് അലോക്കേറ്റഡ് ആൻഡ് ഹൗ ദ ടാസ്ക് ഈസ് കോർഡിനേറ്റഡ് ആൻഡ് ദ സൂപ്പർവിഷൻസ് ആർ ഡയറക്റ്റഡ് ടുവേർഡ്സ് ടു അച്ചീവ് ദ ഓർഗനൈസേഷണൽ ഗോൾ. ഒരു ഓർഗനൈസേഷന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഏതൊക്കെ തരത്തിലുള്ള എങ്ങനെയുള്ള ടാസ്ക് എങ്ങനെയൊക്കെയാണ് അലോക്കേറ്റ് ചെയ്യേണ്ടത്, ആ ടാസ്കുകളൊക്കെ എങ്ങനെ നമ്മൾ കോർഡിനേറ്റ് ചെയ്യും, സൂപ്പർവൈസ് ചെയ്യും എന്നതിനെ കുറിച്ചൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന, അത്തരം ആക്ടിവിറ്റീസിനെ കുറിച്ചൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒന്നാണ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ എന്ന് വിളിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള ചില കോൺസെപ്റ്റുകളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിലൊന്ന് ടാസ്ക് അക്കംപ്ലിഷ്മെന്റ് ഓർ പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ അല്ലെ? തൊഴിൽപരമായിട്ടുള്ള തൃപ്തി അല്ലെങ്കിൽ ടാസ്ക് അക്കംപ്ലിഷ്മെന്റ് രണ്ടും തന്നെയാണ്. കാരണം ഒരു തൊഴിൽ ചെയ്തു കഴിയുമ്പോൾ നമുക്ക് എത്രത്തോളം അതിൽ സാറ്റിസ്ഫൈഡ് ആണ്, ആ തൊഴിലിനോട് നമുക്ക് എത്ര തൃപ്തി കിട്ടി, ആ തൊഴിലിൽ നിന്ന് നമുക്ക് എത്രത്തോളം സംതൃപ്തി കിട്ടി, അത് ഒന്നാണ്. പിന്നെ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി ആണ്. അതായത് നമ്മൾ സ്വയം ഓരോ ആക്ടിവിറ്റീസ് ചെയ്യുക. ആൻഡ് ഓൾസോ വി ഹാവ് ടു മേക്ക് അതേഴ്സ് ടു ആക്ട്. നമ്മൾ മാത്രമല്ല, മറ്റുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ ആക്ഷൻസ് ചെയ്യാനുള്ള ഡിറക്ഷൻസ് പ്രൊവൈഡ് ചെയ്യുക, ടാസ്കുകൾ എക്സിക്യൂട്ട് ചെയ്യാനും മറ്റുമൊക്കെ അവരെ ഹെൽപ്പ് ചെയ്യുക. ഇങ്ങനെയുള്ള റെസ്പോൺസിബിലിറ്റീസ് എല്ലാം തന്നെ പല ആളുകൾക്കായിട്ട് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുക. അതാണ് അതോറിറ്റി, ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്ന് വിളിക്കാം. പിന്നെ എന്താ പറഞ്ഞത്? പ്രോപ്പർ സ്പാൻ ഓഫ് സൂപ്പർവിഷൻ നമ്മൾ പറഞ്ഞു. പ്രോപ്പർ സ്പാൻ ഓഫ് സൂപ്പർവിഷൻ, ഡിഗ്രി ഓഫ് സ്പെഷ്യലൈസേഷൻ അല്ലെ? ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞത് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ആണ്. ഹ്യൂമൻ റിസോഴ്സ് പ്ലാൻ ചെയ്യുന്നത് ഇതിന് വേണ്ടിയിട്ട് ടു അറ്റൈൻ ദ മാക്സിമം ലോങ് റേഞ്ച് ബെനിഫിറ്റ് ഓഫ് ആൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷന്റെ പ്രധാനമായിട്ടും അത് എത്രത്തോളം എന്തൊക്കെ ലക്ഷ്യങ്ങൾ വെച്ചിട്ടുണ്ടോ അതിന്റെ മാക്സിമം ലിമിറ്റ് നമ്മൾ നേടുക. അതുപോലെ തന്നെ ഓരോ വ്യക്തികളും ഇൻഡിവിജ്വൽ ആയിട്ട് അവർക്ക് കിട്ടേണ്ട ബെനിഫിറ്റുകൾ നേടിയെടുക്കുക. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഹ്യൂമൻ റിസോഴ്സിനെ പ്ലാൻ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള പ്രോസസ്സുകളാണ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഏതൊക്കെ പ്രോസസ്സ് പറഞ്ഞു? ടു ഡിസൈഡ് ഗോൾസ് ഓർ എയിംസ്. ഏതൊരു ഓർഗനൈസേഷനും അതിൻ്റെതായ കുറെ ഗോൾസ് സെറ്റ് ചെയ്യണം, നേരത്തെ കൂട്ടി ഫ്യൂച്ചറിലേക്ക് വരേണ്ട കാര്യങ്ങളൊക്കെ നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്യണം. എംപ്ലോയീസിന്റെ എബിലിറ്റീസും അതുപോലെ തന്നെ ഓർഗനൈസേഷന്റെ റിക്വയർമെന്റ്സും ഒക്കെ അനുസരിച്ച് നമ്മൾ ഈ പ്രസന്റ് ആയിട്ടുള്ള കണ്ടീഷൻസിലുള്ള അറേഞ്ച്മെന്റ്സും ഫ്യൂച്ചറിലുള്ള അറേഞ്ച്മെന്റ്സും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് അവർ ഗോൾസ് അറ്റൈൻ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഗോൾസ് സെറ്റ് ചെയ്യേണ്ടത്. അതായത് ഇപ്പോഴത്തെ മാത്രമുള്ള അഡ്ജസ്റ്റ്മെന്റ് നോക്കരുത്. അതായത് ഭാവിയിലെ കൂടി കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് മനസ്സിലാക്കി അതിനുള്ള അറേഞ്ച്മെന്റുകളൊക്കെ ചെയ്യുക എന്നുള്ളതാണ്.
പിന്നെ എസ്റ്റിമേറ്റ് ഫ്യൂച്ചർ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ. ഇത് ഇപ്പൊ മാൻ പവർ ഉപയോഗിച്ച് നമുക്ക് കയ്യിലുള്ള മാൻ പവർ ഉപയോഗിച്ച് ആ മാൻ പവറിനെ മാക്സിമം നമുക്ക് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം, ഇപ്പോൾ മാത്രമല്ല പ്രസന്റ് മാത്രമല്ല ഫ്യൂച്ചറിലും അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുക. അതുപോലെ അത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ദേ ഹാവ് ടു ഡിസൈഡ് ദ നമ്പർ ഓഫ് എംപ്ലോയീസ്, ടൈപ്പ് ഓഫ് എംപ്ലോയീസ്, അതൊക്കെ നമ്മൾ ഡിറ്റർമിൻ ചെയ്യണം. എത്ര ആളുകൾ വേണം, എങ്ങനെയുള്ള ആളുകളെയാണ് നമുക്ക് എംപ്ലോയീസ് ആയിട്ട് വേണ്ടേ, ഇതൊക്കെ. പിന്നെന്താണ് ഓഡിറ്റിംഗ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ആണ്. അതായത് അതിനുശേഷം ഫ്യൂച്ചറിലെയും പ്ലാനിംഗ് ഒക്കെ അറേഞ്ച്മെന്റ് ഒക്കെ സെറ്റ് ചെയ്തതിനു ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഓഡിറ്റിംഗ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ആണ്. അതായത് ദേ ഹാവ് ടു ഇവാലുവേറ്റ് ദ സ്കിൽസ് ഇൻവെന്ററി. അതായത് ആളുകളുടെ എംപ്ലോയീസിന്റെ സ്കിൽ എത്രത്തോളം ഉണ്ട്, അവരുടെ എബിലിറ്റീസ്, അവരുടെ പ്രിഫറൻസ് അല്ലെങ്കിൽ മറ്റ് ഇൻഫോർമേഷൻസ്, അതായത് നമ്മുടെ ഓവറോൾ കമ്പനിയുടെ വാല്യൂവിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന, അതായത് സൂചിപ്പിക്കുന്ന രീതിയിലുള്ള എംപ്ലോയീസിന്റെ എണ്ണം, അവരുടെ എബിലിറ്റി, അവരുടെ സ്കില്ല്, അവരുടെ പ്രിഫറൻസുകളൊക്കെ മനസ്സിലാക്കുക എന്നുള്ളതാണ് സ്കിൽസ് ഇൻവെന്ററി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തതിലേക്കാണ് ഇനി നമ്മൾ ഫോർത്ത് പോയിന്റ് തുടങ്ങിയാണ് നമുക്ക് ഇത് പറയാനുള്ളത്. എന്താണ് ഫോർത്ത്? ടു പ്ലാൻ ജോബ് റിക്വയർമെന്റ്സ് ആൻഡ് ജോബ് ഡിസ്ക്രിപ്ഷൻസ് ആണ്. അതായത് ഇനിയും പ്ലാനിങ് ഒരുപാടുണ്ട്. ഒരു ഓർഗനൈസേഷൻ അതിന്റെ സക്സസിലേക്ക് എത്തണമെങ്കിൽ ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടല്ല ഓരോ കാര്യങ്ങൾ പടിപടിയായിട്ട് ചെയ്യേണ്ടത്. ബിഫോർ സ്റ്റാർട്ടിങ് ദ ബിസിനസ്, ബിഫോർ സ്റ്റാർട്ടിങ് എനി ഓർഗനൈസേഷൻ, ഇപ്പൊ ഹോസ്പിറ്റൽ മാത്രമല്ല ഏത് ബിസിനസ് ഓർഗനൈസേഷനും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യാനുണ്ട്, പ്ലാൻ ചെയ്യാനുണ്ട്. പ്ലാനിങ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുക, ആ പ്ലാനിങ് അനുസരിച്ചുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടത്. അപ്പൊ ഇനി അടുത്തത് എന്താ? അപ്പൊ ഈ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തു. എത്ര എംപ്ലോയീസ് വേണം, എങ്ങനെയുള്ള എംപ്ലോയീസ് ആണ്, എത്ര എന്താ പറയുക സ്കില്ലാണ് അവർക്ക് വേണ്ടത്, എങ്ങനെയുള്ള റിക്വയർമെന്റ്സ് ആണ് വേണ്ടത്, ഇതൊക്കെ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്ലാൻ ജോബ് റിക്വയർമെന്റ്സ് ആൻഡ് ജോബ് ഡിസ്ക്രിപ്ഷൻസ് ആണ്. എന്താണ് ജോബ് റിക്വയർമെന്റ് എന്നൊക്കെ പറയുമ്പോൾ, ആഫ്റ്റർ ടേക്കിംഗ് the persons which is needed in a organization, ഒരു ഓർഗനൈസേഷനിൽ വേണ്ട ആളുകളെ, മനുഷ്യന്മാരെ, ഹ്യൂമൻ പവർ, മാൻ പവറിനെയൊക്കെ കണ്ടുപിടിച്ചതിന് ശേഷം അടുത്തത് എന്ന് പറയാൻ ജോബ് അനാലിസിസ് നടത്തി. എന്താണ് പറയാ, ജോബ് അനാലിസിസ്, അതായത് ഓരോ ജോലി എന്തൊക്കെ ജോലിയാണ് ചെയ്യിപ്പിക്കേണ്ടത് എന്നുള്ള ഒരു അനാലിസിസ് നടത്തുക. അതിനകത്ത് എന്താ പറയാ റെക്കോർഡിംഗ് ഡീറ്റെയിൽസ് ഓഫ് ട്രെയിനിങ്, അവർക്ക് എങ്ങനെയൊക്കെയാണ് ഓരോ പീപ്പിളിനെ നമ്മൾ അപ്പോയിന്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ അവർക്ക് എങ്ങനെയുള്ള ട്രെയിനിങ് കൊടുക്കണം, അവരുടെ സ്കില്ല്, അവരുടെ ക്വാളിഫിക്കേഷൻ, അവരുടെ എബിലിറ്റീസ്, അവരുടെ എക്സ്പീരിയൻസ്, അവരുടെ ഉത്തരവാദിത്തങ്ങൾ, റെസ്പോൺസിബിലിറ്റീസ്, ഇതൊക്കെ ആ ജോബിന് വേണ്ടിയിട്ടുള്ളത് ഉണ്ടോ എന്ന് പരിശോധിക്കണം. അതിനൊക്കെ ഇവാലുവേറ്റ് ചെയ്യുക. അതാണ് എന്തെന്ന് വിളിക്കുക ജോബ് റിക്വയർമെന്റ്സ്. അപ്പൊ ജോബ് റിക്വയർമെന്റ്സിൽ ഇതെല്ലാം പെടും. റെക്കോർഡിംഗ് ഓഫ് ഡീറ്റെയിൽസ് ഓഫ് ട്രെയിനിങ്, അതായത് ട്രെയിനിങ് ഒക്കെ കൊടുക്കണമെങ്കിൽ അതൊക്കെ റെക്കോർഡ് ചെയ്തൊക്കെ ഇത്ര പീരീഡിൽ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്, ഇന്ന ഡ്യൂറേഷനിലാണ് അവരുടെ ട്രെയിനിങ് നടന്നത്, അപ്പൊ ഇത്ര ഡേയ്സ് കൊടുത്തിട്ടുണ്ട്, അവരുടെ സ്കില്ല്, ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ്, പിന്നെ എന്താ പറയാ റെസ്പോൺസിബിലിറ്റീസ് വിച്ച് ആർ നീഡഡ് ഫോർ ദ ജോബ്. ആ ജോബിന് വേണ്ടിയിട്ടുള്ള എല്ലാ റിക്വയർമെന്റ്സും ഉണ്ടോ എന്ന് പരിശോധിക്കുക. അതാണ് ജോബ് റിക്വയർമെന്റ് എന്ന് പറയാം. ഇനി ജോബ് അനാലിസിസ് നടത്തുക. അതിനകത്ത് പറയുന്നത് പ്രിപ്പറേഷൻ ഓഫ് ജോബ് ഡിസ്ക്രിപ്ഷൻസ് ആൻഡ് ജോബ് സ്പെസിഫിക്കേഷൻസ് ആണ്. ഏതൊക്കെ സ്പെസിഫൈ ചെയ്തിട്ടുള്ള ഓരോരുത്തർക്കും വേണ്ട ജോബ് സ്പെസിഫൈ ചെയ്ത് ആ ജോബിനെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻസ് ഒക്കെ എഴുതി വെക്കുക, അതൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കുക. ഇതാണ് എന്തെന്ന് വിളിക്കുക പ്ലാനിങ് ഓഫ് ജോബ് റിക്വയർമെന്റ്സ് ആൻഡ് ജോബ് ഡിസ്ക്രിപ്ഷൻസ്. അത് നേരത്തെ കൂട്ടി ചിന്തിച്ച് തീരുമാനിച്ചു ഉണ്ടാക്കി വെക്കണം. അതിനുശേഷമാണ് ഈ വർക്കുകളൊക്കെ ആളുകൾക്ക് എംപ്ലോയീസിന് അലോട്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ അതുകൊണ്ട് കേട്ടോ, അപ്പൊ എന്തൊക്കെയാണ് ജോബ് റിക്വയർമെന്റ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് ജോബ് ഡിസ്ക്രിപ്ഷനിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ജോബ് എന്താ പറയാ റിക്വയർമെന്റ്സിൽ വരുന്ന കാര്യങ്ങളാണ് സ്കിൽസ്, ട്രെയിനിങ് ഡ്യൂറേഷൻ, പിന്നെ ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ്, റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ നമ്മളുടെ ജോബ് റിക്വയർമെന്റ്സിനകത്ത് വരുന്നതാണ്. അപ്പൊ അതൊക്കെ ആവശ്യമുള്ളതാണ് ഓരോ എംപ്ലോയീസിനും. ഇത് നേരത്തെ കുട്ടി പ്ലാൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വരുന്ന എംപ്ലോയീസിൽ നിന്ന് ഇതൊക്കെ ഉണ്ടോ എന്ന് പരിശോധിച്ച് അവരെ വേണമെങ്കിൽ നമുക്ക് പോസ്റ്റ് ചെയ്യാം. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. അതാണ് വിളിക്കാം. നെക്സ്റ്റ് വൺ ഈസ് ജോബ് അനാലിസിസ് ആണ്. ഇതിനകത്ത് തന്നെ വരുന്നതാണ് ആ ഒരു ടോപ്പിക്കിൽ ജോബ് ഡിസ്ക്രിപ്ഷൻ, ജോബ് അനാലിസിസ്, ജോബ് പ്രിസ്ക്രിപ്ഷൻ, ഡിസ്ക്രിപ്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ജോബ് അനാലിസിസ് ഉണ്ട്. അതെന്താണ്? ഡിറ്റർമിനിങ് ആൻഡ് റെക്കോർഡിംഗ് ഓൾ ദ റെലവെന്റ് ഇൻഫർമേഷൻ അബൌട്ട് എ പർട്ടിക്കുലർ ജോബ്. ഒരു ജോബിനെ സംബന്ധിക്കുന്ന, ഒരു ജോലിയെ സംബന്ധിക്കുന്ന എല്ലാ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസും കണ്ടെത്തുക, അത് റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുക. അതിനെയാണ് നമ്മൾ ജോബ് അനാലിസിസ്. ഇപ്പൊ ഒരു ടീച്ചിങ് ഒരു ജോലി,
ഒരു ജോബാണല്ലോ. അതിന്റെ ഒരു അനാലിസിസ് എന്ന് പറയുന്നത് ആ ടീച്ചിങ്ങിന് വേണ്ടിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള എന്തൊക്കെ കാര്യങ്ങളാണോ അതിന് വേണ്ടത്, ടൈം ടേബിൾ വേണം, ടൈം ടേബിൾ അനുസരിച്ച് ടീച്ചേഴ്സ് കയറണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് പഠിപ്പിക്കാനായിട്ട്, ഏതൊക്കെ ടോപ്പിക്കുകളാണ്, അല്ലെങ്കിൽ എന്ത് വിഷയങ്ങളാണ്, എന്ത് കോഴ്സാണ്, അപ്പൊ അങ്ങനത്തെ ഡിസ്ക്രിപ്ഷൻസ് ഇതൊക്കെ വെല്ലായിട്ട് അവിടെ റെക്കോർഡ് ചെയ്ത് അതൊക്കെ മനസ്സിലാക്കി റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കണം. അതിനെയാണ് നമ്മൾ ജോബ് അനാലിസിസ് എന്ന് വിളിക്കുക. ഞാനിപ്പോ ഒരു എന്താ പറയാ ഒരു ടീച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട് പറഞ്ഞു എന്നുള്ളൂ. എല്ലാ ഓർഗനൈസേഷൻസിലും ഉണ്ടാകും ഓരോ പർട്ടിക്കുലർ ജോബിനെ കുറിച്ചുള്ള അനാലിസിസ്. എന്തൊക്കെയാണ് അവിടെ ആ ജോബ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, എന്തൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് എന്തൊക്കെയുണ്ടോ അതൊക്കെ റെക്കോർഡ് ചെയ്യാം. ഇനി അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്ന ടാസ്കുകൾ എന്ന് പറയുന്നത് നോളജ് ആൻഡ് സ്കിൽ നീഡഡ് ടു പെർഫോം ദാറ്റ് പർട്ടിക്കുലർ ജോബ്. ഇനി ആ ജോബ് ചെയ്യാനുള്ള അറിവും കഴിവും എന്തൊക്കെ ഉണ്ടോ എന്നും കൂടി പരിശോധിക്കുക. അത് ഉണ്ടാക്കി വെക്കണം അതിനകത്ത്. അതും അതിനകത്ത് ജോബ് അനാലിസിസിൽ വരുന്ന കാര്യമാണ്. പിന്നെന്താണ് റെസ്പോൺസിബിലിറ്റീസ് അറ്റാച്ച്ഡ് ടു ദാറ്റ് ജോബ്. ആ ജോബിന് വേണ്ട ഉത്തരവാദിത്തങ്ങൾ, അതിന്റെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്, ആ ജോബിൽ ഉണ്ടാകുന്ന കടമകൾ, ഉത്തരവാദിത്തങ്ങൾ, അത് എബിലിറ്റീസ് ടു പെർഫോം ദാറ്റ് ജോബ്. അപ്പൊ ഇതെല്ലാം ഇടൂട്ടാ. അപ്പൊ ഏതൊക്കെയാണ്? റെക്കോർഡിംഗ് ആൻഡ് ഡിറ്റർമിനിങ് ഓൾ ദ റെലവെന്റ് ഇൻഫർമേഷൻ അബൌട്ട് ദ ജോബ്. പിന്നെ എന്താണ് പറയാ, നോളജ് ആൻഡ് സ്കിൽ ഇൻവോൾവ്ഡ് ഇൻ ദാറ്റ് പർട്ടിക്കുലർ ജോബ്. പിന്നെ റെസ്പോൺസിബിലിറ്റീസ് അറ്റാച്ച്ഡ് ടു ദാറ്റ് പർട്ടിക്കുലർ ജോബ്. പിന്നെ എന്താണ് ഡീറ്റെയിൽസ് റിക്വയർഡ് ഫോർ പെർഫോമിംഗ് ദാറ്റ് ജോബ് സക്സസ്ഫുള്ളി. ആ ജോബ് കൃത്യമായിട്ട് വിജയകരമായിട്ട് തീർക്കാനുള്ള എബിലിറ്റീസ് കൃത്യമായിട്ടുണ്ടോ എന്നുള്ളത്. ഇതെല്ലാം ജോബ് അനാലിസിസിൽ വരും മൊത്തം. അപ്പൊ ജോബ് അനാലിസിസിൽ വരുന്നത് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ പോയിന്റുകളായിട്ട് തന്നിട്ടുണ്ട് കേട്ടോ. ഏതൊക്കെയാണ്? ഡിറ്റർമിനിങ് റെക്കോർഡിംഗ് ഓഫ് ഓൾ റെലവെന്റ് ഇൻഫർമേഷൻ അബൌട്ട് എ പർട്ടിക്കുലർ ജോബ്. അടുത്തത് എന്താ? knowledge and skill needed for that particular job, responsibilities attached to that particular job, പിന്നെ abilities to perform that particular job. കണ്ട 4 എണ്ണം ഉണ്ട്. ഈ 4 പോയിന്റുകളാണ് അതിന്റെ ഒരു സം ടോട്ടലിനെയാണ് നമ്മൾ ജോബ് അനാലിസിസ് എന്ന് വിളിക്കുക. അത് ഓർത്തിരിക്കുക, 4 പോയിന്റുകൾ മറക്കരുത്. ഇനി ജോബ് ഡിസ്ക്രിപ്ഷനും ഉണ്ട് അതിനകത്ത്. ജോബ് നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റുകളിൽ ജോബ് റിക്വയർമെന്റും ജോബ് ഡിസ്ക്രിപ്ഷനും ഉണ്ട്. ആ ജോബ് റിക്വയർമെന്റിൽ വരുന്നതാണ് ജോബ് അനാലിസിസ് എന്ന് വിളിക്കുന്നത്. ഇനി വരുന്ന അടുത്തത് എന്താണ്? അതിന്റെ തന്നെ ഒരു സബ് പോയിന്റ് ആണ് ജോബ് ഡിസ്ക്രിപ്ഷൻ. എന്താണ് ജോബ് ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ JD എന്ന് അതിന്റെ ഷോർട്ട് ഫോമിൽ വിളിക്കാം. അതെന്താണ്? ഒരു റിട്ടൺ നറേഷൻ ആണ്. എന്ത്? അബൌട്ട് ദ ജനറൽ ടാസ്ക് ആൻഡ് അതർ ഡ്യൂട്ടീസ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എ പൊസിഷൻ. ഒരു ജോലിയില് ഒരു സ്ഥാനത്തിരിക്കുന്ന വ്യക്തികൾ ചെയ്യേണ്ടതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങള്, കടമകള്, പൊതുവായി ചെയ്യേണ്ട ടാസ്കുകൾ, അതൊക്കെ റിട്ടൺ അക്കൗണ്ട് ആയിട്ട് അതായത് ഇങ്ങനെ എഴുതി തയ്യാറാക്കി വെച്ചിട്ടുണ്ടാവും. അതിനെയാണ്, ആ റിട്ടൺ ഫോമിനെയാണ് JD അല്ലെങ്കിൽ ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് വിളിക്കുക. ക്ലിയർ ആയിട്ടുണ്ടാകും. JD or job description is the written account of the narration that the general tasks, other related tasks and duties, responsibilities of a position. ഒരു ജോലി, ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ആള്, അവർക്ക് എന്തൊക്കെ കടമകളുണ്ട്, ഉത്തരവാദിത്തങ്ങളുണ്ട്, ആ ജോബിനെ കുറിക്കുന്ന പ്രധാനപ്പെട്ട എന്താ പറയാ ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ടാസ്കുകളൊക്കെ എന്താണെന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ടൊക്കെ എഴുതി തയ്യാറാക്കി വെക്കുന്ന ആ ഒരു ഇതിനെയാണ് നമ്മൾ ജോബ് ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ JD എന്ന് വിളിക്കുക. ഓക്കെ, അതാണ് ജോബ് ഡിസ്ക്രിപ്ഷൻ ആൻഡ് ജോബ് റിക്വയർമെന്റ് എന്ന് പറയുന്ന 4ാമത്തെ പോയിന്റ്. അടുത്തത് ദ ലാസ്റ്റ് പോയിന്റ് ഈസ് നമ്മൾ പറഞ്ഞ കോൺസെപ്റ്റുകളിൽ നമ്മൾ പറയുന്നത്, ഇപ്പൊ എല്ലാം പറയുന്നതൊക്കെ തന്നെ കോൺസെപ്റ്റ് ആണ്. എന്തിന്റെ കോൺസെപ്റ്റ് ആണ്? ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിന്റെ കോൺസെപ്റ്റ്സ് ആണ്. അതിനകത്ത് വരുന്ന 5ാമത്തെ പോയിന്റ് ആണ് ടു ഡെവലപ്പ് എ ഹ്യൂമൻ റിസോഴ്സ് പ്ലാൻ. ഹ്യൂമൻ റിസോഴ്സ് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങൾ, ഡെവലപ്മെന്റുകൾ നടത്തുക. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത് എളുപ്പം നമുക്ക് എന്താ പറയാ മാനേജ് ചെയ്യാനും മറ്റു കാര്യങ്ങൾക്കൊന്നും പറ്റാത്തതാണ്. ഒത്തിരി ഡിഫിക്കൽട്ടി ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. സോ ഇൻ ദിസ് പോയിന്റ്, അതായത് ഹ്യൂമൻ റിസോഴ്സ് പ്ലാൻ ഡെവലപ്പ് ചെയ്യുക എന്നുള്ള പോയിന്റിൽ നമ്മൾ പറയുന്നത് ഡെവലപ്മെന്റ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാൻ വിച്ച് കൺസിസ്റ്റ് ഓഫ് ദ സോഴ്സ് ഓഫ് ലേബർ സപ്ലൈ. അതായത് ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത് എന്താണ്? എവിടെ നിന്നൊക്കെയാണ് നമുക്ക് ഒരു ബിസിനസ് സ്ഥാപനത്തില് ജോലിക്കായിട്ട് ലേബറേഴ്സിനെ കിട്ടും, അത് എവിടെ നിന്നൊക്കെയാണ്? ഇതൊക്കെയാണ് അതിന്റെ ഉറവിടം. എംപ്ലോയീസിനെ നമുക്ക് എവിടെ നിന്നൊക്കെ എടുക്കാം, എവിടെ നിന്നൊക്കെ കിട്ടാം? ജോബ് എന്താ പറയാ, എംപ്ലോയീസിനെ നമുക്ക് ഹയർ ചെയ്യാം. നിലവിലുള്ള എംപ്ലോയേഴ്സിനെ പ്രൊമോഷൻ കൊടുത്തോ വേറെ ഒരു പൊസിഷനിൽ നിന്ന് മറ്റൊരു പൊസിഷനിലേക്ക് ഷിഫ്റ്റ് ചെയ്തോ നമുക്ക് ഏതെങ്കിലും ഒരു ജോലിയുടെ ആ ഒരു റിക്വയർമെന്റ് നമുക്ക് എന്താ പറയാ സാറ്റിസ്ഫൈ ചെയ്യാം. ഓക്കെ, ഏതെങ്കിലും ഒരു പൊസിഷൻ, ഇപ്പൊ എന്താ പറയാ ഇവിടെ കുറെ ടീച്ചേഴ്സ് ഒക്കെ ഉണ്ട്, ഇപ്പൊ ചില അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ നടത്തും. അപ്പൊ നമ്മൾ ഇന്നിപ്പോ ഏതോ ഒരു ടീച്ചർ ലീവാണ്, അപ്പൊ എന്ത് ചെയ്യാം? പകരം ഞാൻ ഇവിടെ കയറി. കാരണം ദാറ്റ് മീൻസ് യുവർ അവർ വിൽ നോട്ട് ബി വേസ്റ്റ്. അല്ല, നിങ്ങളുടെ ആ ഒരു പീരീഡ് അല്ലെങ്കിൽ ഒരു അവർ നിങ്ങൾക്ക് വേസ്റ്റ് ആക്കേണ്ടി വന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു മണിക്കൂർ അവിടെ നഷ്ടപ്പെട്ടു പോകും. അവിടെ ഒരാള് നമുക്ക് അതൊന്ന് അറേഞ്ച് ചെയ്യാൻ, ഒരു അഡ്ജസ്റ്റ്മെന്റ് നടത്താനായിട്ട് പറ്റിയില്ലെങ്കിൽ, ഏത് ഓർഗനൈസേഷനിലും ഇത്തരം അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ഉണ്ട്. ഇപ്പൊ ഇതൊരു ലോങ് ലീവ് ആയിട്ട് ഒരാൾ എടുക്കുകയാണെങ്കിൽ
ആണെങ്കിലോ അവിടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പൊ നിലവിലുള്ള ടീച്ചേഴ്സിനെ ഹൗ ക്യാൻ ബി അഡോപ്റ്റ് ടു ദിസ് പർട്ടിക്കുലർ സിറ്റുവേഷൻ, ആ ഒരു സിറ്റുവേഷനെ ഓവർകം ചെയ്യാനായിട്ട് വേറെ നിലവിലുള്ളവരെ തന്നെ നമുക്ക് അത് വെച്ചിട്ടൊന്ന് എന്താ പറയാ ആ ഒരു ഗ്യാപ്പ് ഒന്ന് ഫില്ലിങ് നടത്താൻ പറ്റുമോ എന്ന് നോക്കും. അത് പറ്റിയില്ലെങ്കിൽ മാത്രമേ വി വിൽ ഹയർ ഫ്രം ഔട്ട്സൈഡ്, പുറത്തുനിന്ന് നമ്മൾ എന്താ പറയാ അതിന് വേണ്ടിയിട്ടുള്ള ആപ്റ്റ് ആയിട്ടുള്ള ആളെ അപ്പോയിന്റ് ചെയ്യുന്നുള്ളൂ അല്ലെങ്കിൽ തെരഞ്ഞെടുക്കുന്നുള്ളൂ. അപ്പൊ ഒരു ഏത് ഓർഗനൈസേഷനും ഉണ്ട് ഇങ്ങനെ. അപ്പൊ ലേബർ സപ്ലൈയുടെ സോഴ്സ് എവിടെയാണ്, ആൻഡ് ഓൾസോ ദേ ഹാവ് ടു ഐഡന്റിഫൈ ദ ഇഫക്റ്റീവ് യൂസ് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ സോഴ്സ്. ഈ ഉറവിടങ്ങൾ, ഈ ലേബറേഴ്സിനെ കിട്ടാൻ സാധ്യതയുള്ള ഉറവിടങ്ങളെയൊക്കെ നമ്മൾ പരമാവധി അതിനെ യൂസ് ചെയ്യാം. അപ്പൊ എവിടെ നിന്നൊക്കെയാ നമുക്ക് ലേബറേഴ്സിനെ കിട്ടണേ? ഏത് ഓർഗനൈസേഷന്റെ കാര്യത്തിലും ഹ്യൂമൻ റിസോഴ്സസ് ഉണ്ട്. അപ്പൊ ഒരു ഹോസ്പിറ്റൽ മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഹോസ്പിറ്റൽസിലായാലും ഇപ്പൊ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റിൽ നഴ്സസിന്റെ സപ്ലൈ കുറവാണ്, അല്ലെങ്കിൽ നഴ്സസ് കുറവാണ്. അപ്പൊ നമുക്ക് അവിടെ കുറച്ച് 1-2 നഴ്സസിനെ വേണം. അപ്പൊ ഫ്രം ദ ഗിവൺ, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള നിലവിലുള്ള നമ്മുടെ എക്സിസ്റ്റിംഗ് നഴ്സസിന്റെ വിഭാഗങ്ങൾ നോക്കാം. മറ്റ് ഡിപ്പാർട്ട്മെന്റ്സിൽ ചിലപ്പോ അധികം ഉണ്ടായിരിക്കാം. അപ്പൊ അവിടെ നിന്ന് ഒരാളെ അല്ലെങ്കിൽ 2 ആളെ അവിടെ നിന്ന് മാറ്റിയതുകൊണ്ട് നത്തിങ് വിൽ ഹാപ്പൻ. അവിടെ യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല. അവിടുത്തെ ജോലിയിൽ യാതൊരു മാറ്റങ്ങളും സംഭവിക്കുന്നില്ല എങ്കിൽ ദേ ക്യാൻ ട്രാൻസ്ഫർ ദാറ്റ് നഴ്സസ് ഫ്രം ദാറ്റ് പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റ് ടു ദ അതർ വൺ. എവിടെയാണോ കുറവ് അവിടെ വേണമെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ അങ്ങനെ അഡ്ജസ്റ്റ്മെന്റുകൾ നടത്താം. പിന്നെ അല്ല, ഇതൊന്നും പറ്റിയില്ല, അവിടെ നിന്ന് എടുക്കുമ്പോൾ അവിടുത്തെ കുറഞ്ഞു പോകും, അപ്പൊ അവിടെ ഇല്ല എവിടെ ഇല്ലാണ്ടായി പോകും. അതുകൊണ്ട് ദേ ഹാവ് ടു ഹയർ ഫ്രം ഔട്ട്സൈഡ്, പുറത്തുനിന്ന് എവിടെന്നെങ്കിലുമൊക്കെ നമ്മൾ പുതിയ ജോലിക്കാരെ എടുക്കേണ്ടി വരും. അപ്പൊ അത്തരം കാര്യങ്ങളിലൊക്കെ എങ്ങനെയൊക്കെയാണ് നടക്കുന്നത്, അതാണ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാൻ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതിന്റെ അർത്ഥം. അതിനകത്ത് ഫസ്റ്റ് തിങ് എന്താണെന്ന് പറയാം, ഇറ്റ് ഈസ് ടു ഡിസൈഡ് ദ പോളിസി ദാറ്റ് ദ പേഴ്സണൽ ഷുഡ് ബി ഹയർഡ് ഫ്രം വിതിൻ ദ പ്രൊമോഷണൽ ചാനൽസ്. അതായത് ഈ പ്രൊമോഷണൽ ചാനൽസ് എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ പുറത്തുനിന്ന് ആളുകളെ ലേബറേഴ്സിന് ആവശ്യമുണ്ടെന്നുള്ള പരസ്യങ്ങൾ കൊടുക്കാം. അതിന് പ്രൊമോഷണൽ ചാനൽസ് ഏതൊക്കെയാ? മീഡിയാസിലൂടെ പരസ്യം ചെയ്യാലോ, ടിവിയിലൂടെയോ അല്ലെങ്കിൽ ഇന്റർനെറ്റ് വഴിയോ അല്ലെ, പരസ്യങ്ങളൊക്കെ കൊടുത്ത് മറ്റ് കമ്പനികളിലേക്ക്, അല്ലെങ്കിൽ കമ്പനികൾ അവരുടെ പ്ലേസ്മെന്റിന് വേണ്ടി പല സ്ഥലങ്ങളിലേക്കും അഡ്വർടൈസ്മെന്റിലൂടെയൊക്കെ പരസ്യം ചെയ്തിട്ടും എന്ത് ചെയ്യാറുണ്ട്, പുതിയ ആളുകളെ സെലക്ട് ചെയ്യാറുണ്ട്. അപ്പൊ ഇന്ന സ്ഥലത്തൊക്കെ ഒഴിവുകളുണ്ട്, പരസ്യം കൊടുക്കും. അപ്പൊ ഇഫ് യു ആർ എലിജിബിൾ യു ക്യാൻ അപ്ലൈ ഫോർ ദാറ്റ്. നമ്മൾക്ക് അത് എലിജിബിൾ ആണെങ്കിൽ നമുക്ക് അതിനു വേണ്ടി അപ്ലൈ ചെയ്യാം. അപ്പൊ അങ്ങനെ അതാണ് എന്താ പറയാ പോസ്റ്റിംഗ് ത്രൂ പ്രൊമോഷണൽ ചാനൽസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ പേഴ്സണൽസിന് വേണമെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് ഈ പറയുന്ന അഡ്വർടൈസ്മെന്റ് വഴിയൊക്കെ ആളുകളെ നിയമിക്കാം. അല്ലെങ്കിൽ എങ്ങനെയാണ്, ഷുഡ് ബി ഒബ്റ്റൈൻഡ് ഫ്രം ഔട്ട്സൈഡ് സോഴ്സ്. ഈ പറയുന്ന ഇതൊന്നുമില്ല, പരസ്യമൊന്നും കൊടുക്കുന്നില്ല. ചിലപ്പോൾ നമുക്ക് പുറത്തുനിന്ന് നമുക്കറിയാവുന്ന നമ്മുടെ പരിചയത്തിലുള്ള അല്ലെങ്കിൽ നമ്മളുടെ വിതിൻ ദ ഓർഗനൈസേഷൻ അവിടെ തന്നെ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യും. ഇങ്ങനെ ഒരു ഒഴിവുണ്ട്, നിങ്ങൾ അറിയുന്നവർ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ യു ജസ്റ്റ് ഇൻഫോം ദം. അപ്പൊ അവരൊന്ന് അറിയിക്കുക. സോ ദേ ക്യാൻ ഗിവ് ആൻ ആപ്ലിക്കേഷൻ. അതുകൊണ്ട് അങ്ങനെ വരുമ്പോൾ നമ്മൾ തന്നെ ചുറ്റിയുള്ളവർ മാത്രം അറിഞ്ഞുകൊണ്ട് പുറത്ത് നമ്മൾക്ക് റിലേറ്റീവ്സ് ആയിട്ടോ കസിൻസ് ആയിട്ടോ ഫ്രണ്ട്സ് ആയിട്ടോ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളാരും പറയും ഇന്ന ആളുണ്ട്, ഞാൻ അവരോട് പറഞ്ഞു നോക്കാം. അപ്പൊ നമ്മളൊന്ന് അവരെ ഇൻഫോം ചെയ്യുന്നു, അവർ വന്നിട്ട് അവരുടെ ബയോഡാറ്റയോ മറ്റു കൊടുത്ത് അവർക്ക് വേണമെങ്കിൽ ആപ്ലിക്കേഷൻ കൊടുത്ത് അവരെ ജോയിൻ ചെയ്യിപ്പിക്കും. അതാണ് രണ്ടാണ് കേട്ടാ. പുറത്ത് ഈ മീഡിയാസിലൂടെ പ്രൊമോഷണൽ ചാനൽസിലൂടെ പരസ്യം ചെയ്തും ലേബറേഴ്സിന് വേണമെങ്കിൽ ഓരോ ഓർഗനൈസേഷനിലും അവർക്ക് പോസ്റ്റ് ചെയ്യാം, അപ്പോയിന്റ് ചെയ്യാം, ഒരു ആപ്ലിക്കേഷൻ സ്വീകരിച്ച് ബയോഡാറ്റ നോക്കിയൊക്കെ ചെയ്യാം, എക്സ്പീരിയൻസ് ഒക്കെ കൊടുത്തിട്ട് ഓക്കെ നോക്കിയിട്ട് അവർക്ക് പറ്റുന്നതാണെങ്കിൽ. അതർവൈസ് അവോയ്ഡ്, അല്ലെങ്കിൽ വേണ്ടാന്ന് വെക്കണം. അല്ല വിതിൻ ദ എന്താ പറയുക ഓർഗനൈസേഷനിൽ നമുക്ക് ഇതുപോലുള്ള ഇൻഫർമേഷൻസ് പാസ് ചെയ്ത് അവരിൽ നിന്ന് തന്നെ അവരെ കൊണ്ട് തന്നെ ഏതെങ്കിലും ആളുകളെ, അതാണ് പറഞ്ഞേക്കുന്നത് കേട്ടാ. പിന്നെ ബെസ്റ്റ് പോളിസി സാധാരണ ഓർഗനൈസേഷൻസ് അവരുടെ വേക്കൻസീസ് ഫില്ല് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ബൈ പ്രൊമോഷൻ ആൻഡ് ലോവർ ലെവൽ പ്രൊമോഷൻസ് ഒക്കെ. അതായത് സാധാരണ ഒരു ഓർഗനൈസേഷനിൽ ഇങ്ങനെയുള്ള വേക്കൻസീസ് പെട്ടെന്നൊക്കെ വന്നാൽ എന്താ ചെയ്യുന്ന അറിയാം, അവിടെ ഉള്ളവർക്ക് തന്നെ പ്രൊമോഷൻ കൊടുത്തു വിടും. ഇപ്പൊ ഏതെങ്കിലും ഒരു ഹൈ ലെവലിലുള്ള ഒരു ഇതില് ഒരു ആള് ഇല്ല, ഒഴിവായി, ചിലപ്പോ ആള് പെട്ടെന്ന് റിട്ടയർ ചെയ്തതാണ്, പെട്ടെന്നൊന്നും റിട്ടയർ ആവില്ല, ഒരു റിട്ടയർമെന്റ് ഏജ് ഉണ്ട്, പക്ഷെ അത് പോയി. പക്ഷെ ദാറ്റ് ഗ്യാപ്പ് ഇസ് നോട്ട് ഫിൽഡ് ബൈ എനി അതർ വൺ. മറ്റുള്ള ആളെയും നമ്മൾ നിയമിച്ച് അവിടെ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കാം. സോ ദാറ്റ് അവിടെയുള്ള നിലവിലുള്ള ഒരാളെ, ഇപ്പൊ ഒരു നഴ്സ്, അപ്പൊ ആ ഒരു സീനിയർ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു നഴ്സിനെ വേണമെങ്കിൽ നമുക്ക് ഒത്തിരി എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ആളായിരിക്കാം, ആളെ വേണമെങ്കിൽ നമുക്ക് അവിടെ പ്രൊമോട്ട് ചെയ്ത് ആൾക്കാർ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യാം. അപ്പൊ സാധാരണ ഓർഗനൈസേഷൻസ് അങ്ങനെയാ ചെയ്യണേന്നാ പറയണേ. അല്ലെങ്കിലോ പിന്നെയുണ്ട് ലോവർ ലെവൽ പ്രൊമോഷൻ റിക്രൂട്ട്മെന്റ് നടത്തുന്നത് എങ്ങനെയാ, താഴെ തട്ടിലുള്ള ജോലിക്കാർക്ക് ജോലി കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ലേബർ മാർക്കറ്റിൽ നിന്ന് ഹയർ ചെയ്തിട്ടാണ്. ലേബർ മാർക്കറ്റിൽ അറിയിക്കും ഇന്ന് ഇത്ര ആളുകളുടെ ഒഴിവുകളുണ്ട്. അപ്പൊ ലേബർ മാർക്കറ്റ് ഉണ്ട്, ഇതിന് വേണ്ടിയിട്ട് തൊഴിലാളികളെ സപ്ലൈ ചെയ്യുന്ന മാർക്കറ്റ് ഉണ്ട്. അപ്പൊ
അവിടേക്ക് അറിയിക്കും. സോ ദാറ്റ് അവരുടെ ക്വാളിഫിക്കേഷൻസ്, ഇവർക്ക് വേണ്ട ക്വാളിഫിക്കേഷൻസ് എന്താണോ ആ ഒരു ഓർഗനൈസേഷനിലെ ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ, ആ വേക്കൻസി ഫില്ല് ചെയ്യാൻ വേണ്ട ക്വാളിഫിക്കേഷൻ ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അക്കോർഡിംഗ് ടു ദാറ്റ് ക്വാളിഫിക്കേഷൻ ഇഫ് സംബഡി ഈസ് ദർ, ആ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ആൾക്കാരുണ്ടെങ്കിൽ ആ ലേബർ മാർക്കറ്റിൽ നിന്ന് നമുക്ക് സപ്ലൈ ചെയ്യും. ഓക്കെ, അപ്പൊ ഈ രണ്ട് സോഴ്സ് ഉണ്ട്, പ്രൊമോഷനും ആകാം അല്ലെങ്കിൽ ഫ്രം ദ ലേബർ മാർക്കറ്റും ആകാം. അപ്പൊ എന്തൊക്കെയാണ് ഈ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്പ് ചെയ്യാനുള്ള ബെസ്റ്റ് പ്ലാൻസ് സാധാരണ ഓർഗനൈസേഷൻസ് ചെയ്യുന്നത്? ഒന്ന് പ്രൊമോഷൻ, മറ്റൊന്ന് റിക്രൂട്ട്മെന്റ് ഫ്രം ലേബർ മാർക്കറ്റ്. ഈ രണ്ട് കാര്യം ഓർത്തിരിക്കാം. ഓക്കെ, ഇതൊക്കെയാണ് അപ്പൊ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിന്റെ അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റുകളാണ് നമ്മളിപ്പോ ഈ പറഞ്ഞതൊക്കെ, പ്രോസസ്സുകളാണ് നമ്മൾ ഈ പറഞ്ഞതൊക്കെ. അപ്പൊ 5 പ്രോസസ്സാണ് കേട്ടോ പറഞ്ഞത്. ഓക്കെ, ക്ലിയർ ആയോ എന്താണെന്ന്? ഇതൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും വൺ വേർഡുകളൊക്കെ ഇപ്പൊ ഇങ്ങനത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ്. ഇപ്പൊ ജോബ് അനാലിസിസ് എന്താണ്, ജോബ് അനാലിസിസിൽ എന്തൊക്കെ പെടും, ജോബ് ഡിസ്ക്രിപ്ഷനിൽ എന്ത് പെടും, ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അതൊക്കെ പിന്നെ ഡാഷ് ഈസ് എ റിട്ടൺ അക്കൗണ്ട് ദാറ്റ് നറേറ്റ് ദ ജനറൽ ടാസ്ക് ഓർ അതർ റിലേറ്റഡ് ഡ്യൂട്ടീസ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എ പൊസിഷൻ എന്ന് പറയുമ്പോൾ അത് ജോബ് ഡിസ്ക്രിപ്ഷൻ. അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് വരാനുള്ള സാധ്യതകളുള്ളൂ. കാരണം ഇത് കുറെയൊക്കെ നമുക്ക് വായിച്ചിങ്ങനെ മനസ്സിലാക്കേണ്ടതാണ്, അല്ലാതെ എല്ലാത്തിനും ഓരോ സെന്റൻസ് വെച്ചിട്ടൊന്നും വൺ വേർഡൊന്നും ഇല്ല. ഓക്കെ, ക്ലിയർ ആയോ? അത്രയും വരെ ഒന്ന് വായിച്ചു നോക്കിയേ വേഗം. ആ 4ഉം 5ഉം പോയിന്റ് പെട്ടെന്ന് ഒന്ന് വായിച്ചു പോയേ, 4ഉം 5ഉം. കഴിഞ്ഞോ? വായിച്ചു കഴിഞ്ഞോ? കഴിഞ്ഞിട്ടില്ല. കേക്കണല്ലേ ഞാൻ പറയുന്നത്? നിങ്ങൾ പറയുന്നത് എനിക്ക് കേൾക്കണല്ലോ കേട്ടോ. എല്ലാം പറഞ്ഞായിരുന്നോ? ആ, കേക്കണ്ട്. വായിച്ചു കഴിഞ്ഞോ? ആരാ സ്കിപ്പായി പോയല്ലോ ഒരാള്? ജാസ്മിനാണോ? എക്സിറ്റായി പോയല്ലോ, കട്ടായി പോയാ ജാസ്മിൻ? എന്തൊക്കെ? കറണ്ട് പോയായിരുന്നു. ആ ശരി, വായിച്ചു കഴിഞ്ഞോ? ആ ടോപ്പിക് വായിച്ചു കഴിഞ്ഞോ? ആ ജോബ് ഡിസ്ക്രിപ്ഷൻ എന്താണ്, പിന്നെ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് അത് പ്ലാൻ ചെയ്യുന്നതിന്റെ ആ 2 രീതി, ഹയർ എന്താ പറയാ വേക്കൻസീസ് എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നത്, അതൊന്ന് പ്രൊമോഷനിലൂടെ, ഒന്ന് ലോവർ ലെവൽ റിക്വയർമെന്റ് അല്ലെങ്കിൽ റിക്രൂട്ട്മെന്റുകൾ നടത്തുന്നത് ലേബർ മാർക്കറ്റിൽ നിന്ന്. ഈ 2 കാര്യം ഒന്ന് ഓർത്തിരിക്കണം കേട്ടാ. ഹയർ വേക്കൻസീസ് ഒക്കെ അതായത് ഹയർ ലെവലിലുള്ള റിക്രൂട്ട്മെന്റുകളൊക്കെ നടത്തുന്നത് പ്രൊമോഷൻസിലൂടെയും ലോവർ ലെവൽ റിക്രൂട്ട്മെന്റ്സ് നടത്തുന്നത് ലേബർ മാർക്കറ്റിലൂടെയുമാണ് എന്നുള്ളത്. ആ പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ പ്രൊമോഷണൽ ചാനൽ എന്താണെന്ന് ഞാൻ എഴുതി തരാം കേട്ടോ, നോട്ട് എഴുതി തരാം. അടുത്തൊരു ടോപ്പിക്ക് കുറച്ച് എടുത്തിട്ട്. ഓക്കെ, അടുത്തതിലേക്ക് പോവുകയാണ്. മാൻ പവർ കമ്പോണന്റ്. വീണ്ടും മാൻ പവർ തന്നെയാണ്, ഈ ഹ്യൂമൻ റിസോഴ്സിന് തന്നെയാണ് കേട്ടോ ഈ മാൻ പവർ എന്ന് പറയണേ. മാൻ പവർ എന്ന ഘടകം എന്ന് പറയുന്ന ഒരു കമ്പോണന്റ്. അപ്പൊ നമുക്ക് സി ദിസ് മാൻ പവർ കമ്പോണന്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു 3. മാൻ പവർ എന്ന് പറയുന്നതിനെ ആ ഒരു ഘടകത്തെ നമ്മൾ 3 ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. 3 ഒരു കമ്പോണന്റ് ആയിട്ട് അതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. വിച്ച് ആർ ദേ? ഫോർകാസ്റ്റിംഗ്,
റിക്രൂട്ട്മെന്റ് പ്ലാൻ, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് പ്ലാൻ. അതാണ് ഫോർകാസ്റ്റിംഗ്, റിക്രൂട്ട്മെന്റ് പ്ലാൻ, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് പ്ലാൻ. അപ്പൊ എന്താണ് മാൻ പവർ പ്ലാനിന്റെ കമ്പോണന്റുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഓർക്കണം. ഫോർകാസ്റ്റിംഗ്, റിക്രൂട്ട്മെന്റ് പ്ലാൻ, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് പ്ലാൻ. ഈ മൂന്നെണ്ണമാണ് കേട്ടോ. അത് മൂന്നെണ്ണമൊക്കെ തന്നിട്ട് ചിലപ്പോ എന്താ പറയാ നണ്ണെന്നോ അല്ലെങ്കിൽ ഓളെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ തരും. ഓക്കെ, അപ്പൊ നൗ ലെറ്റ്സ് സീ വാട്ട് ഈസ് ഫോർകാസ്റ്റിംഗ്. എന്താണ് ഫോർകാസ്റ്റിംഗ് എന്ന് നോക്കാം. റിക്രൂട്ട്മെന്റ് പ്ലാൻ, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് പ്ലാൻ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫോർകാസ്റ്റിംഗ് എന്താ? ഫോർകാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ പ്ലാൻ ചെയ്യലാണ്, നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്യുക. എസ്റ്റിമേറ്റിംഗ് ഫ്യൂച്ചർ, ഭാവിയെ കുറിച്ച് നമ്മൾ മുൻകൂട്ടി എന്തെങ്കിലും വിലയിരുത്തലുകൾ നടത്തുക, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ മുൻകൂട്ടി തീരുമാനിച്ചു വെക്കുക. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഫോർകാസ്റ്റിംഗ് എന്ന് വിളിക്കുക. അപ്പൊ ഫോർകാസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീഡ്സ് ആൻഡ് സ്റ്റോക്ക് ടേക്കിംഗ് ആണ്. അവൈലബിൾ റിസോഴ്സസ്, അതായത് ഒരു എന്താ പറയാ ഓർഗനൈസേഷനില് നിലവിലുള്ള റിസോഴ്സസ് എന്തൊക്കെയുണ്ട് അതിനെ കുറിച്ച് അത് എന്താ പറയാ ഒരു വിലയിരുത്തലുകൾ നടത്തുക. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഫോർകാസ്റ്റിംഗ്. എസ്റ്റിമേറ്റിംഗ് future needs and stock taking of available resources in an organization. വീണ്ടും എന്താണ്? എസ്റ്റിമേറ്റിംഗ് ഫ്യൂച്ചർ നീഡ്സ് ആൻഡ് സ്റ്റോക്ക് ടേക്കിംഗ് ഓഫ് അവൈലബിൾ റിസോഴ്സസ് ഇൻ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ആർക്ക് മനസ്സിലായല്ലോ? ഒരു ഓർഗനൈസേഷനിൽ നിലവിലുള്ള റിസോഴ്സസ് എന്തൊക്കെയാണ്, അതിന്റെ സ്റ്റോക്ക് എടുക്കുക, അതിന്റെ ഫ്യൂച്ചർ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയുക. അതിന്റെ ഒരു വിലയിരുത്തലാണ് എന്തെന്ന് വിളിക്കുക? നമ്മള് നേരത്തെ മുൻകൂട്ടി തീരുമാനിച്ച് വിലയിരുത്തുന്നതിനെയാണ് നമ്മൾ ഫോർകാസ്റ്റിംഗ് എന്ന് വിളിക്കാം. നെക്സ്റ്റ് വൺ റിക്രൂട്ട്മെന്റ് പ്ലാൻ ആണ്. എന്താ റിക്രൂട്ട്മെന്റ് പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ to meet the gap between the internal resource and estimated resource by external recruitment. അതായത് നിലവിലുള്ള റിസോഴ്സസ് നമ്മുടെ കയ്യിൽ ഇപ്പൊ എത്ര ഹ്യൂമൻ റിസോഴ്സ് ഉണ്ട് അതും പിന്നെ ഇനി നമുക്ക് പുറത്തുനിന്ന് എത്ര എണ്ണം നമുക്ക് റിക്രൂട്ട് ചെയ്യണം എന്നുള്ളത് തമ്മിലുള്ള ഡിഫറൻസ്, അതിനെയാണ് നമ്മൾ റിക്രൂട്ട്മെന്റ് പ്ലാൻ എന്ന് വിളിക്കുക. റിക്രൂട്ട്മെന്റ് പ്ലാൻ അതാണ്. ഇപ്പൊ കുറച്ച് മാൻ പവർ ഉണ്ട്, ഹ്യൂമൻ റിസോഴ്സ് ഉണ്ട്, എന്നാൽ ഇനി ഫ്യൂച്ചർ നീഡ്സിനെ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ കുറച്ചുകൂടി ആൾക്കാർ വേണം, അല്ലെ? അപ്പൊ അത് എത്ര എണ്ണം വേണം, അതിന്റെ ഒരു ഗ്യാപ്പാണ്. പുറത്തുനിന്ന് നമുക്ക് എത്ര എണ്ണം റിക്രൂട്ട് ചെയ്യേണ്ടി വരും, ആ ഒരു ഗ്യാപ്പാണ് എന്ത് വിളിക്കുക? റിക്രൂട്ട്മെന്റ് പ്ലാൻ. എത്ര എണ്ണമാണ് വേണ്ടേ, ആ എണ്ണമാണ് നമ്മളുടെ റിക്രൂട്ട്മെന്റ് എന്ന് വിളിക്കുന്നത്. അത് പ്ലാൻ ചെയ്യുക നേരത്തെ കൂട്ടി, അതിനെയാണ് റിക്രൂട്ട്മെന്റ് പ്ലാൻ എന്ന് വിളിക്കുക. That means to meet the gap between the internal resource and estimated need by external recruitment. കേട്ടാ, പുറത്തുനിന്ന് റിക്രൂട്ട് ചെയ്യുന്ന ആ ഒരു ഇതും അതുപോലെ ഇന്റേണൽ റിസോഴ്സ് എത്ര ഉണ്ടോ അതും തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പ്, ആ ഒരു ഡിഫറൻസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നെക്സ്റ്റ് വൺ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് പ്ലാൻ ആണ്. ഇതിനുശേഷം എന്താ? ഹ്യൂമൻ റിസോഴ്സിനെയൊക്കെ അപ്പോയിന്റ് ചെയ്തു അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്തു. യൂട്ടിലൈസ് ദീസ് ഹ്യൂമൻ റിസോഴ്സ് ആസ് ദ മാക്സിമം, ഏറ്റവും പരമാവധി ഇവരെ അങ്ങോട്ട് ഉപയോഗിക്കുക. ഹ്യൂമൻ റിസോഴ്സസിനെ പോസ്റ്റ് ചെയ്തു, അപ്പോയിന്റ് ചെയ്ത് ജോലി കൊടുത്തിട്ട് എവിടെയെങ്കിലും കൈകെട്ടി മാറി കഴിഞ്ഞാൽ കാര്യമില്ല. ഉഴപ്പുകൾ ഏറ്റവും കൂടുതൽ വരുത്താൻ പറ്റുന്നവരാണ് മനുഷ്യന്മാര്. അപ്പൊ കുറച്ചു നേരമൊക്കെ എന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന് നോക്കി കഴിഞ്ഞാൽ എനിക്ക് എന്റെ ജോലിയിൽ ഉഴപ്പ് കാണിക്കാം, കുറച്ചു നേരമൊക്കെ വെറുതെ ഇരിക്കാം, കുറച്ചു നേരം എന്തെങ്കിലുമൊക്കെ അല്ലെ, അങ്ങനെയൊക്കെ ആകാം. പക്ഷെ അവരുടേതായ രീതിയിൽ ശരിയായ രീതിയിൽ അവരുടെ പെർഫോമൻസ് കീപ്പ് ചെയ്യുന്നുണ്ട്, അതുപോലെ അവർ കൊടുക്കുന്നുണ്ട് ജോലി, അവരുടെ ഫുൾ ടൈം അവരുടെ ജോലിയിൽ എന്താ പറയാ എൻഗേജ് ചെയ്തിരിക്കുന്നുണ്ട് എന്നൊക്കെ മനസ്സിലാക്കണം, എൻഷുർ ചെയ്യണം. അതിനുവേണ്ടിയുള്ള ഫെസിലിറ്റീസും അവർ പ്രൊവൈഡ് ചെയ്യണം അവിടെ. ഓക്കെ, അങ്ങനെയുള്ള ഒരു മേൽനോട്ടം, ഒരു സൂപ്പർവിഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും അവർ ചെയ്യേണ്ടി വരും. അപ്പൊ അതൊക്കെ മാക്സിമം യൂട്ടിലൈസേഷന്റെ ഒരു ഭാഗമാണ്. അപ്പൊ നമ്മളിൽ അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന എംപ്ലോയീസ് ഒക്കെ കൃത്യമായിട്ട് അവരവരുടെ ജോലികൾ ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുമ്പോഴാണ് നമ്മൾ അവരെ പരമാവധി ഉപയോഗിക്കുക. അല്ല ശരി അവരവരുടെ ജോലി ചെയ്ത് വേഗം തന്നെ തീർത്തിട്ട് അവരെന്തെങ്കിലും ചെയ്തോട്ടെ, അങ്ങനെയല്ലല്ലോ. ഇനിയും അവർക്ക് എന്തെങ്കിലുമൊക്കെ ജോലി, ഒരു വർക്ക് നമുക്ക് ജോലിയായിട്ട് തരുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് മാക്സിമം കൊടുക്കാൻ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാവുമായിരിക്കും. അപ്പൊ ആ ഒരു കൊടുക്കുന്ന ടൈമില്, ഓഫീസ് ടൈം എപ്പോഴാണ് അവരുടെ ജോലിയുടെ ടൈം, ആ ഡ്യൂറേഷനിൽ മാക്സിമം ദേ ആർ ഡൂയിങ് ദർ ഡ്യൂട്ടി എന്ന് ഉറപ്പുവരുത്തുക. സോ ദേ ക്യാൻ മേക്ക് എൻഷുർ ദാറ്റ് എൻഷുർ ചെയ്യാൻ പറ്റും ദേ ആർ പെർഫോമിംഗ് വെൽ. നമുക്ക് അവരിൽ നിന്നും മാക്സിമം ഔട്ട്പുട്ട് നമ്മൾ അവരിൽ നിന്നും എടുക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് ഡെവലപ്മെന്റ് പ്ലാൻ എന്ന് വിളിക്കുക. അപ്പൊ ഹ്യൂമൻ റിസോഴ്സിനെ ഫുള്ളി യൂട്ടിലൈസ് ചെയ്യുക ആൻഡ് ടു ഡെവലപ്പ് ദ പൊട്ടൻഷ്യൽ റിസോഴ്സസ്, അതായത് നമ്മുടെ നിലവിലുള്ള ആ റിസോഴ്സസിനെ നമുക്ക് ഡെവലപ്പ് ചെയ്യാം, മാക്സിമം യൂസ് ചെയ്തിട്ട് അവരുടെ ആ ഒരു കഴിവും മികവും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, വികസിപ്പിച്ചെടുക്കാനും പറ്റും.
അല്ലെ? നമ്മൾ പരമാവധി ഓരോ കാര്യങ്ങൾ വീണ്ടും വീണ്ടും ചെയ്യുമ്പോഴാണ് നമ്മൾ അതിനകത്ത് സ്പെഷ്യലൈസ്ഡ് ആകുക. സോ വി വിൽ ബിക്കം എക്സ്പേർട്ട്. നമ്മൾ അതിനകത്ത് എക്സ്പേർട്ട് ആയി മാറും. അപ്പൊ നമ്മൾ തന്നെയാണ് വികസിക്കുന്നത്. നമ്മളുടെ പൊട്ടൻഷ്യാലിറ്റി ആണ് അവിടെ ഡെവലപ്പ് ആകുന്നത്. അപ്പൊ നമ്മളുടെ ഈ പൊട്ടൻഷ്യാലിറ്റിയെ ഡെവലപ്പ് ചെയ്യാം, അതുപോലെ തന്നെ അവരിൽ നിന്ന് മാക്സിമം ഒരു ഔട്ട്പുട്ട് എടുക്കുകയും ചെയ്യാം. അതാണ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് പ്ലാൻ എന്ന് വിളിക്കുക. മൂന്നാണ്. ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത്, അപ്പൊ ഡാഷ് ഈസ് എസ്റ്റിമേറ്റിംഗ് ഫ്യൂച്ചർ നീഡ്സ് ആൻഡ് സ്റ്റോക്ക് ടേക്കിംഗ് ഓഫ് അവൈലബിൾ റിസോഴ്സസ് ഇൻ ആൻ ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ അത് ഫോർകാസ്റ്റിംഗ് ആണ്. റിക്രൂട്ട്മെന്റിൽ ടു മീറ്റ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ, ആ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ കേൾക്കുമ്പോൾ തന്നെ ഓർത്താ അതെന്താ? റിക്രൂട്ട്മെന്റ് പ്ലാൻ ആണ്. ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് പ്ലാനിൽ എന്താണ്? ഫുൾ യൂട്ടിലൈസേഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ആണ്. ഹ്യൂമൻ റിസോഴ്സിനെ പരമാവധി ഉപയോഗപ്പെടുത്തുക മാത്രമല്ല ടു ഡെവലപ്പ് ദ പൊട്ടൻഷ്യൽ റിസോഴ്സസ് ഡെവലപ്പ് ചെയ്യുക. അപ്പൊ അങ്ങനെ കേൾക്കുമ്പോൾ അത് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് പ്ലാൻ ആണ്. അങ്ങനെയും ചോദിക്കാം അല്ലെ? മാൻ പവറിന്റെ കമ്പോണന്റ് എന്ന് ചോദിക്കണം നിർബന്ധമില്ല. അത് മാത്രമല്ല ചോദിക്കാം. ഇത് ഓരോന്നിൽ ഏതെങ്കിലും ഒരെണ്ണമൊക്കെ നമ്മളുടെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിന് വേണ്ടിയിട്ട് അത് 3 ഏതെങ്കിലും വേണമെങ്കിൽ ചോദിക്കാൻ പറ്റും. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കാം വേഗം. മാൻ പവർ കമ്പോണന്റ്. കഴിഞ്ഞോ? യെസ് ടീച്ചർ. യെസ്, നെക്സ്റ്റ് വൺ നോക്കാം. അപ്പൊ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്, ഇപ്പൊ നമ്മൾ ഹ്യൂമൻ റിസോഴ്സസ്, അതിന്റെ ഒബ്ജക്റ്റീവ്സ്, പ്രിൻസിപ്പിൾസ്, പേഴ്സണൽ പോളിസീസ്, തൊഴിൽപരമായ നയങ്ങള്, ഓർഗനൈസേഷന്റെ സ്ട്രക്ചർ, അതിനു വേണ്ടിയിട്ടുള്ള കമ്പോണന്റുകളും മറ്റു കാര്യങ്ങളും പ്രോസസ്സിങ്ങും ഒക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഇതിനകത്ത് വരുന്ന ഹ്യൂമൻ റിസോഴ്സിനെ മാനേജ് ചെയ്യുന്നതിന്റെ അകത്ത് വരുന്ന കുറച്ച് പ്രധാനപ്പെട്ട ചില ടേമുകളൊക്കെയാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് ടേമാണ് റിക്രൂട്ട്മെന്റ്. നമ്മളിപ്പോ ഒരുപാട് പ്രാവശ്യം കേട്ടു, റിക്രൂട്ട് ചെയ്യുക, അപ്പോയിന്റ് ചെയ്യുക, പോസ്റ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കേട്ടു. എന്താണ് റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ? റിക്രൂട്ട്മെന്റ് ഈസ് ദ ഡിസ്കവറിംഗ് ഓഫ് ടാലന്റഡ് ആപ്ലിക്കൻസ് ഫോർ ആക്ച്വൽ ഓർ ഫ്യൂച്ചർ ഓർഗനൈസേഷണൽ വേക്കൻസീസ്. അതായത് നിലവിലുള്ള കഴിവുള്ള ആപ്ലിക്കന്റുകളിൽ നിന്ന് നമ്മളുടെ ഇപ്പോഴത്തെയും വരാനിരിക്കുന്നതുമായിട്ടുള്ള ഓർഗനൈസേഷന്റെ വേക്കൻസീസ് ഒക്കെ ഫില്ല് ചെയ്യാൻ പറ്റിയ ആളുകളെ ഡിസ്കവർ ചെയ്യുക, കണ്ടെത്തുക. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? റിക്രൂട്ട്മെന്റ് എന്ന് വിളിക്കുക. അപ്പൊ എന്ത് പറയും? റിക്രൂട്ട്മെന്റ് മീൻസ് ദ ഡിസ്കവറിംഗ് ഓഫ് ടാലന്റഡ് ആപ്ലിക്കൻസ് ഫോർ ദ ആക്ച്വൽ ഓർ എക്സ്പെക്ടഡ് ഓർഗനൈസേഷണൽ വേക്കൻസീസ്. ഇപ്പോൾ അത് മാത്രമല്ല, ഇപ്പോഴത്തെ പ്രസന്റ് അറേഞ്ച്മെന്റ് മാത്രമല്ല നോക്കണ്ടേ, ഇനി നമ്മളുടെ ഓർഗനൈസേഷൻ എന്തൊക്കെയാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ഗോളുകൾ ഉണ്ടല്ലോ, ഓരോ ലക്ഷ്യങ്ങളും ഓരോ ഓർഗനൈസേഷൻ ഉണ്ട്. അപ്പൊ അവര് ആ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് അവിടെ എന്തൊക്കെ ജോലിക്കാർ വേണം എന്ന് അവർ നേരത്തെ കൂട്ടി അറിയണം. അതിന് വേണ്ടിയിട്ടുള്ള ആൾക്കാരെ ഒറ്റയടിക്ക് അങ്ങോട്ട് നിയമിക്കുക. ഓക്കെ, അപ്പൊ ഇനി അല്ലാണ്ട് ഇപ്പൊ പ്രസന്റ് അറേഞ്ച്മെന്റ്, ഇന്നിപ്പോ ഇത്രയും ആൾക്കാരുടെ ജോലിക്കാരുടെ ആവശ്യമുള്ളൂ, അതുകൊണ്ട് ഇന്ന് ഇത്രയും മതി അപ്പോയിന്റ്മെന്റുകൾ, നാളത്തെ കാര്യം അവിടെ ക്വസ്റ്റ്യൻ മാർക്കാണ്, നാളത്തെ കാര്യം ഓക്കെ നാളെ തീരുമാനിക്കും. അങ്ങനെ ആവരുത്. ഒരു ഓർഗനൈസേഷൻ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ തന്നെ ദേ ഹാവ് സം ഗോൾസ്. അവർക്ക് എന്തുണ്ട്? ഓരോ ലക്ഷ്യങ്ങളുണ്ട്. ടു അച്ചീവ് ദാറ്റ് ഗോൾ ദേ ഹാവ് സം എംപ്ലോയീസ്. അവർക്ക് കുറെ എംപ്ലോയീസിനെയൊക്കെ വേണ്ടി വരും അല്ലെ? അപ്പൊ ദേ ഹാവ് ടു ഫോർകാസ്റ്റ് ഓർ പ്ലാൻ ഹൗ മച്ച് എംപ്ലോയീസ് ആർ നീഡ് ആൻഡ് ഏതൊക്കെയാണ് അവർ കൊടുക്കുന്ന ജോബുകൾ, എങ്ങനെയൊക്കെ ജോബുകളാണ് ഫില്ല് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ അതിൽ നിന്ന് എന്ത് ചെയ്യണം? ദേ ഹാവ് ടു ഡിസ്കവർ ദ ടാലന്റഡ് ആപ്ലിക്കൻസ്. ഉള്ളതിൽ നിന്ന് ഏറ്റവും നല്ലതിനെ അവരെന്ത് ചെയ്യണം? കണ്ടെത്തണം. ഒരു ടാസ്ക് തന്നെയാണ് അത്. ഇന്റർവ്യൂസിലൂടെയോ മറ്റ് ഏതെങ്കിലും പ്രൊസീജിയേഴ്സിലൂടെ ദേ വിൽ ഐഡന്റിഫൈ ഹു ഇസ് ദ റൈറ്റ് പേഴ്സൺ. ആരൊക്കെയാണ് തെരഞ്ഞെടുക്കേണ്ടതെന്ന് അവരത് അവരുടെ രീതിയിൽ അത് ചെയ്തോളും. ഓക്കെ, അപ്പൊ ഒരു തെരഞ്ഞെടുപ്പ് ആവശ്യമാണ്. ഡിസ്കവർ ചെയ്യണം. അതിൽ നിന്ന് ഒത്തിരി ആപ്ലിക്കേഷൻസ് വരും. ഇന്നാണെങ്കിൽ ഒരുപാട് എന്താ പറയാ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒത്തിരി ആളുകൾ അവരുടെ ക്വാളിഫിക്കേഷൻസ് കയ്യിൽ ഇങ്ങനെ മടക്കി പിടിച്ചിട്ട് അല്ലെങ്കിൽ ഫയലുകളിലാക്കി നടക്കുന്നുണ്ട്, കയറി ഇറങ്ങി ഓരോ സ്ഥലങ്ങളിൽ ജോലിക്ക് വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ ഒരുപാട്, കാരണം ഇന്ന് ഒരുപാട് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. നമ്മളുടെ
മക്കളുടെ വിദ്യാഭ്യാസം പാരന്റ്സ് മാക്സിമം കൊടുക്കാൻ അവർക്ക് അവരുടെ കയ്യിലുള്ളത് വിദ്യാഭ്യാസം കൊടുക്കുകയാണ് മക്കൾക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒത്തിരി നീ ഇത് കഴിയുമ്പോൾ അടുത്തത് പഠിച്ചോ നമ്മൾ അവരെ എന്താ പറയാ ഇൻഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും അല്ലെ, നിർബന്ധിച്ചുകൊണ്ടിരിക്കും നമ്മൾ അവരെ. എന്തിന്? പഠനം. അതാണ് ഏറ്റവും വലിയ അസറ്റ്. നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പൊ ജോലിക്ക് വേണ്ടി മാത്രമല്ല, നീ പഠിക്കുക, നീ അറിവുള്ളവനാകണം. എന്റെ കുട്ടികൾ ആരുടെയെങ്കിലും മുമ്പിൽ തലകുനിക്കരുത്, പഠിത്തമില്ല അല്ലെങ്കിൽ അറിവില്ലാത്തതിന്റെ പേരിൽ തലകുനിച്ച് നിൽക്കാൻ പാടില്ല എന്നൊക്കെ. എനിക്കൊക്കെ അതിൻ്റെതായ ഒത്തിരി കുറവുകളും ഒക്കെ ഉണ്ടായിരുന്നു. ഇനി എന്റെ എന്താ പറയാ കുട്ടികളായിട്ട് അത് വരാൻ പാടില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ മാക്സിമം വി വിൽ പ്രൊവൈഡ് എഡ്യൂക്കേഷൻ ടു ദം. എത്ര എന്താ പറയാ നമ്മൾ പൈസ ചെലവാക്കണം എന്ന് നമുക്ക് അവർക്ക് പഠനത്തിന് വേണ്ടിയാണെങ്കിൽ വി ആർ റെഡി, നമ്മൾ റെഡിയാണ് അതിന് വേണ്ടിയിട്ട്. പഠിക്കാനുള്ള കാര്യത്തിനാണെങ്കിൽ, അല്ലാത്ത അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അൺനെസസറി ആയിട്ടുള്ള നീഡ്സിനെ സാറ്റിസ്ഫൈ ചെയ്യാതെ ഇത് ഒരു നെസസിറ്റിയാണ്. പഠനം എന്ന് പറയുന്നത് ഒരിക്കലും അവസാനിക്കുകയില്ല, എത്ര വേണമെങ്കിലും നമുക്ക് പഠിച്ചുകൊണ്ടിരിക്കാം. അപ്പോ അത് പരമാവധി നമുക്ക് കൊടുക്കാൻ പറ്റുന്ന അത്രയും കൊടുക്കുക. പിന്നെ ഒരു പ്രത്യേക ഏജ് ലിമിറ്റ് കഴിയുമ്പോൾ അവരെ എന്താക്കുക, അവരെ പാകമാക്കുക. ഇതിന് വേണ്ടിയിട്ട് യു ഹാവ് ടു സ്റ്റഡി ആൻഡ് ഓൾസോ യു ഹാവ് ടു ഏൺ സംതിങ്. പഠിക്കുക വേണം, അതിന്റെ ഒപ്പം തന്നെ കുറച്ച് ഏർണിങ്സും നമുക്ക് വരുത്തണം എന്നുള്ള രീതിയിൽ ഉള്ള ക്വാളിഫിക്കേഷൻ വെച്ച് യു ക്യാൻ ഗെറ്റ് സം ജോബ് എനിവർ. ഏതെങ്കിലും ഒരു ജോലി പുറത്തെവിടെയെങ്കിലും നേടുക, അതിന്റെ ഒപ്പം പഠനവും നടത്തുക. അപ്പൊ ഏതെങ്കിലും കോഴ്സ് പഠിക്കുക, അതിനോടൊപ്പം തന്നെ എന്താ പറയുക ജോലിയും ചെയ്യുക. അപ്പൊ അതും വളരെ അവർക്ക് കുറച്ച് ഉത്തരവാദിത്തങ്ങൾ, റെസ്പോൺസിബിലിറ്റീസ് കൂടുതൽ വരാനായിട്ടുള്ള സാധ്യതകളും ഉണ്ട് അന്നേരമൊക്കെ അല്ലെ. ഒത്തിരി ആളുകൾ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ പുറത്തേക്ക് പോകണ്ടല്ലോ. എന്താണ് പറയാ എബ്രോഡൊക്കെ പോയി പഠിക്കുമ്പോ എന്താ ചെയ്യുന്നത്? സ്റ്റഡി പ്ലസ് എന്താ പറയാ ജോബ് വിസ ഒക്കെ എടുത്തിട്ടാ പോകുന്നത്. എന്താണ് ഇത്? പഠിക്കുക, അവിടെ നിന്ന് കിട്ടുന്ന അത് ആ ഒരു 2-3 ദിവസമൊക്കെ ആഴ്ചയിൽ ക്ലാസ്സുകളൊക്കെ ഉണ്ടാവുള്ളൂ ഏത് കോഴ്സസിനും ഒന്നാണ് കേട്ടേക്കണേ. അപ്പൊ ബാക്കിയുള്ള ദിവസം ദേ ക്യാൻ ഏൺ സം മണി ബൈ ഡൂയിങ് സം ജോബ്. ഏതെങ്കിലും ഒരു ഫേമിൽ വർക്ക് ചെയ്തിട്ട് അവർക്ക് വേണമെങ്കിൽ കുറച്ച് പൈസയൊക്കെ സമ്പാദിക്കാം. സോ അതുകൊണ്ട് ആ ഒരു കിട്ടുന്ന ഏർണിങ്സ് കൊണ്ട് അവരുടെ ഫീസുകളോ മറ്റു കാര്യങ്ങളോ അവർക്ക് അവിടെ നിൽക്കാനുള്ള ചെലവുകളോ ഇതൊക്കെ മീറ്റ് ചെയ്താൽ ആ ചെലവുകളൊക്കെ അവർക്ക് മീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ ഓർഗനൈസേഷൻസിൽ ഒരുപാട് ആപ്ലിക്കൻസ്, അതുകൊണ്ട് തന്നെ ഒത്തിരി ജോലി സാധ്യതകൾക്ക് വേണ്ടിയിട്ട് ആൾക്കാർ ഇങ്ങനെ അന്വേഷിച്ച് നടക്കുന്നുണ്ട്. കാരണം എല്ലാവരും ഒരുപാട് ക്വാളിഫിക്കേഷൻസ് ഉള്ളവരാ. അപ്പൊ ആരെ തിരഞ്ഞെടുക്കും? അപ്പൊ അതൊരു ടാസ്ക് അല്ലേ. അപ്പൊ ഡിസ്കവർ ചെയ്യേണ്ടി വരും ഇതിൽ നിന്ന് ടാലന്റഡ് ആയിട്ടുള്ള ആപ്ലിക്കൻസ് ആരാണെന്ന്. അപ്പൊ അവരുടെ ആക്ച്വൽ ഇപ്പൊ വേണ്ടതും എന്നാൽ ഇനി വരാനിരിക്കുന്നതുമായ ആക്ച്വൽ നീഡ്സിനെയൊക്കെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റിയ അത്രയും ആപ്ലിക്കൻസിൽ നിന്ന് എന്ത് ചെയ്യുക? സെലക്ട് ചെയ്യുക, ഡിസ്കവർ ചെയ്യുക. അതിനെയാണ് നമ്മൾ റിക്രൂട്ടിംഗ് എന്ന് വിളിക്കുക. റിക്രൂട്ട്മെന്റ് പ്രോസസ് എന്ന് പറയുന്നത് എന്താ? ബൈ അട്രാക്ടിങ് പൊട്ടൻഷ്യൽ എംപ്ലോയീസ്. ഈ എംപ്ലോയീസിനെ അട്രാക്ടിങ് ചെയ്യുക എന്നുള്ളതും ഓർഗനൈസേഷൻ ചെയ്യേണ്ട കാര്യമാണ്. എന്തിനാ? എങ്ങനെയാണ് how they can attract the employees? by providing or by encouraging them to apply for the jobs in the organization. ഇപ്പൊ എനിക്ക് ഏതെങ്കിലും ഒരു ജോബ് ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട്. ആഗ്രഹം എങ്ങനെയാ വരിക? അവര് ആ രീതിയിലുള്ള ഏതെങ്കിലും കാര്യങ്ങൾ നമ്മളിലേക്ക് ഇട്ടുതരും, നമ്മളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ അവിടെ അതിനുള്ള എന്താ പറയാ എന്തെങ്കിലും പ്രോത്സാഹനം നൽകുന്ന രീതിയിലുള്ള ചില കാര്യങ്ങൾ ചില ഓർഗനൈസേഷൻസ് പ്രൊവൈഡ് ചെയ്യും. ഇപ്പൊ ചില ഓർഗനൈസേഷൻസ് പരസ്യം കൊടുക്കുമ്പോൾ അവരുടെ ഫേമിനെ കുറിച്ചുള്ള പരസ്യങ്ങൾ കൊടുക്കുമ്പോ അവരിങ്ങനെയൊക്കെ പറയും, എന്താ പറയാ എല്ലാ തരത്തിലുള്ള ഇൻസെന്റീവ്സും പ്രൊവൈഡ് ചെയ്യുന്നു അല്ലെ, ബോണസ് കൊടുക്കുന്നു, അല്ലെങ്കിൽ എന്താ പറയാ PF പ്രൊവൈഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ മക്കളൊക്കെ ആണെങ്കിൽ അവർക്ക് സ്കോളർഷിപ്സ് പ്രൊവൈഡ് ചെയ്യുന്നു, വൺസ് ഇൻ എ ഇയർ ഒരു വലിയ ടൂർ 2-3 ഡേയ്സിന്റെ ടൂർ പോകുന്നു. ഇങ്ങനെ ഒത്തിരി ഓഫറിങ്സ് കൊടുക്കുമ്പോ അതൊരു എൻകറേജ്മെന്റ് ആണ് എംപ്ലോയീസിന്. എന്ത്? ടു വർക്ക് ഇൻ ദാറ്റ് പർട്ടിക്കുലർ. അത് നല്ലൊരു ഓർഗനൈസേഷനിലാണ്, ഒത്തിരി എന്താ പറയാ എക്സ്ട്രാ നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. നമ്മളുടെ സാലറിക്ക് പുറമെ ഒത്തിരി ബെനിഫിറ്റ് ആ ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്താൽ കിട്ടും എന്നുള്ള ഒരു തോന്നൽ എംപ്ലോയീസിൽ ഉളവാക്കുക. സോ ദാറ്റ് ദേ ക്യാൻ അട്രാക്ട് മോർ എംപ്ലോയീസ് ടു ദാറ്റ് പർട്ടിക്കുലർ ഓർഗനൈസേഷൻ. അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും? ആ ഓർഗനൈസേഷനിൽ ഒത്തിരി എംപ്ലോയീസിനെ ആകർഷിക്കാൻ പറ്റും, ചക്കപ്പഴത്തില് ഈച്ച പൊതിഞ്ഞതുപോലെ. കാരണം അപ്പൊ നമുക്കൊരു എന്താ പറയാ ഒരു ആഗ്രഹം തോന്നും. എന്തുകൊണ്ട് നമുക്കും അവിടെ ജോലി ചെയ്താൽ ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു അഡ്വാൻറ്റേജ് ആണല്ലോ, സാലറിക്ക് പുറമെ കിട്ടുന്നതാണ് ഇതെല്ലാം. അപ്പൊ അതുകൊണ്ട് നമുക്ക് അത് ഒരു റിക്രൂട്ട്മെന്റിന്റെ ഒരു പ്രോസസ് തന്നെയാണ്. റിക്രൂട്ട്മെന്റ് അല്ല ഭയങ്കര പാടാണ് അവിടെ വർക്ക് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ. അവിടെ ഒത്തിരി പണിയെടുപ്പിക്കും, പക്ഷെ യാതൊരു തരത്തിലുള്ള ഇൻസെന്റീവ്സും ഇല്ല, ആനുകൂല്യങ്ങളില്ല. വർക്കേഴ്സിനോട് എങ്ങനെയാ മോശമായ രീതിയിലാണ് പെരുമാറുന്നത്. അതൊക്കെ എന്താണ്? അപ്പോ ആളുകൾക്ക് അങ്ങോട്ടേക്ക് അവിടെ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കാൻ പോലും തയ്യാറാകില്ല. വെറുതെ തരാന്ന് വെച്ചാലും സാലറി തരാന്ന് വെച്ചാലും നമ്മൾ പോകാൻ കൂട്ടാക്കില്ല. ബിക്കോസ് അവിടെ ആ രീതിയിലുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ്
ആളുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. സോ അതൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് എംപ്ലോയീസിനോട് വാക്കുക. സോ ദാറ്റ് ദേ വിൽ നോട്ട് ബി അട്രാക്റ്റഡ്. അവരെ നമുക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ അട്രാക്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്, എൻകറേജ്മെന്റ് ചെയ്തിട്ടാണ്, പല ഇൻസെന്റീവ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ട്. അതാണ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. ദെൻ റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് ദ ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻ ഓഫ് പേഴ്സണൽ അഡ്മിനിസ്ട്രേഷൻ. തൊഴിലാളികളെ അഡ്മിനിസ്റ്റർ ചെയ്യുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഏത് ഇപ്പൊ റിക്രൂട്ട് ചെയ്യുമ്പോൾ ദേ ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വെദർ ദ റൈറ്റ് ടൈപ്പ് ഓഫ് പീപ്പിൾ ഈസ് ഹയേർഡ്. നമ്മൾ എടുത്തിരിക്കുന്ന ജോലിക്കാരൻ നമ്മളുടെ ആ ഒരു ജോലിക്ക് വേണ്ട ആൾ തന്നെയാണോ, ശരിയായ ആളെയാണോ നിയമിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഏറ്റവും നല്ല ആളെയാണോ നമ്മൾ തെരഞ്ഞെടുത്തിരിക്കുന്നത്, നമ്മുടെ ഓർഗനൈസേഷന് പറ്റിയ ആളാണോ എന്നൊക്കെ നോക്കണം. വെറുതെ ഒരു ജോലി ഒഴിവുണ്ട്, ആരെങ്കിലും വന്നൊരു ആപ്ലിക്കേഷൻ പോരാ എവിടെ ഇരുന്നോ എന്ന് പറയില്ല. നമ്മളുടെ ഓർഗനൈസേഷനിൽ നമ്മളുടെ പേഴ്സണൽ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റിയ ആപ്ലിക്കന്റ് ആണോ എന്ന് എന്ത് ചെയ്യണം, അറിഞ്ഞിട്ട് വേണം നമുക്ക് അവർക്ക് കൊടുക്കാനായിട്ട്. അതർവൈസ് എന്ത് പറ്റും, അല്ലെങ്കിൽ ദ ഓർഗനൈസേഷൻ വിൽ നോട്ട് ഡു സോ മച്ച് ഗുഡ് എന്നാ പറഞ്ഞേക്കണേ. അല്ലാതെ ശരിയായ രീതിയിൽ അതിന്റെ പ്രവർത്തനങ്ങൾ നടക്കില്ല. അതൊരു മോശം ഇമ്പാക്റ്റ് ആയിരിക്കും എന്താ പറയാ കൊടുക്കുക. അപ്പൊ റിക്രൂട്ട്മെന്റിൽ ഇതും ശ്രദ്ധിക്കേണ്ടതാണ്. വെദർ ദ പേഴ്സൺ ഹയർഡ് ഈസ് എ റൈറ്റ് പേഴ്സൺ. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തിങ് ആണ്. ഇത് നമ്മൾ ഹയർ ചെയ്തിരിക്കുന്ന ആള് കൃത്യമായി നമുക്ക് വേണ്ട ആളാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ദെൻ എന്താ പറയാ ഈ പീപ്പിൾ അങ്ങനെ വരുമ്പോ ദ പീപ്പിൾസ് വിൽ ബി എന്താ പറയാ പെർസ്വേഡഡ്. ആൾക്കാർക്ക് ഒരു പെർസ്വേഷൻ, ഒരു ഉള്ളിൽ നിന്ന് ഒരു എന്താ പറയാ ഒരു തള്ളൽ, ഒരു ഫോഴ്സ് കിട്ടും ഫോർ ടു അപ്ലൈ ദാറ്റ് പർട്ടിക്കുലർ ജോബ്. ആ ഒരു ജോലിക്ക് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻസ് കൊടുക്കാനായിട്ട്. ഓക്കെ, അപ്പൊ നമ്പർ ഓഫ് ആപ്ലിക്കൻസ് നമ്മൾ കൊടുക്കുന്ന ആപ്ലിക്കേഷൻസ് എത്രയാണോ അതിൽ നിന്ന് നമ്മൾ എത്ര എണ്ണമാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്, ആ ഒരു റേഷ്യോ ഉണ്ട്. ഇപ്പൊ 1000 പേര് ആപ്ലിക്കേഷൻസ് കൊടുത്തു, 10 പേരെയാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. 1000:10 അല്ലെങ്കിൽ 100:1 എന്ന് പറയാം. ഓക്കെ, ആ ഒരു റേഷ്യോയിലായിരിക്കും നമുക്ക് അവിടെ ആപ്ലിക്കൻസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് ആ ഒരു റേഷ്യോ കീപ്പ് ചെയ്യാൻ പറ്റുക. നമ്പർ ഓഫ് ആപ്ലിക്കൻസ് എത്ര, അതിൽ നിന്ന് ഹൗ മച്ച് വി ആർ ഹയറിംഗ്, ആ ഒരു പർട്ടിക്കുലർ റേഷ്യോ കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, കീപ്പ് ചെയ്യണം എന്ന് പറയാം. ഇനി സെലക്ഷൻ ചിലപ്പോഴൊക്കെ എങ്ങനെയാകാം, നെഗറ്റീവിലേക്കും ആകാം. എങ്ങനെ വരുമ്പോ ഇഫ് ഇറ്റ് റെഫ്യൂസസ് എ ഗുഡ് നമ്പർ ഓഫ് ദോസ് ഹു അപ്ലൈ. കണ്ട, ചില ഓർഗനൈസേഷൻസ് അവർ പ്രൊവൈഡ് ചെയ്യുന്ന എന്താ പറയാ ബെനിഫിറ്റുകൾ അധികമില്ല എങ്കിൽ ദ നമ്പർ ഓഫ് പേഴ്സൺസ് ടു അപ്ലൈ ഫോർ ദാറ്റ് പർട്ടിക്കുലർ ജോബ് വിൽ ബി ലെസ്. ഇപ്പൊ ഒരു ഓർഗനൈസേഷനിൽ ഒരു 10-200 പേര് എംപ്ലോയീസിനെ വേണമെന്ന് വിചാരിക്കും. സപ്പോസ് നിങ്ങൾ വിചാരിക്കും 200 പീപ്പിളിനെ ഒരു ഓർഗനൈസേഷൻ പല ഡിപ്പാർട്ട്മെന്റുകളിലേക്കായിട്ട് നിയമിക്കണം. വെൻ ദേ കൗണ്ട് ദ നമ്പർ ഓഫ് ആപ്ലിക്കൻസ്, അതായത് ഇതിന് പരസ്യമൊക്കെ കൊടുത്തു, ആപ്ലിക്കേഷൻസ് വന്നു, പക്ഷെ അവർ കൗണ്ട് ചെയ്ത് കഴിഞ്ഞപ്പോ വളരെ ലെസ് നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ് ആണ് വന്നേക്കണെന്ന് വിചാരിക്കുക. 200 ഒരു 50 എണ്ണമൊക്കെ വന്നിട്ടുള്ളൂ. നോക്ക്, അപ്പൊ ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കിയത്. ദാറ്റ് മീൻസ് ഒത്തിരി ആളുകൾ ആ ഒരു ഓർഗനൈസേഷനിൽ ജോലി ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല എന്നാണ് എന്റെ അർത്ഥം. കാരണം അവിടെ കൊടുക്കുന്ന ബെനിഫിറ്റുകൾ ചിലപ്പോൾ അത്രയും എന്താ പറയാ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ബെനിഫിറ്റുകൾ ആയിരിക്കില്ല. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ലെസ് നമ്പർ ആണ് വരുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞേക്കണേ. അങ്ങനെ വരുമ്പോ എന്ത് ചെയ്യണം, ചിലപ്പോൾ നമ്മൾ എടുക്കുന്ന ആ ഒരു 50 ആപ്ലിക്കേഷൻസിൽ നമുക്ക് ഡിസ്കവർ ചെയ്യാൻ പറ്റുള്ളൂ നല്ലതാരെന്ന്. അപ്പൊ ചിലപ്പോൾ നല്ല ആൾക്കാരൊന്നും കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല. ആരെങ്കിലൊക്കെ ചിലപ്പോൾ നമ്മൾ ഫോഴ്സ്ഡ് ടു പോസ്റ്റ് ഇൻ ദാറ്റ് പർട്ടിക്കുലർ ജോബ്, ആ ഒരു ജോലിയിലേക്ക് നമ്മൾ അപ്പോയിന്റ് ചെയ്യാനായിട്ട് ഏതെങ്കിലും ഒരാളെ നിർബന്ധിതമായിട്ട് എടുക്കുന്നു എന്ന് മാത്രം. ദർ വിൽ ബി നോ ചോയ്സ്. അവിടെ വലിയ ചോയ്സ് ഉണ്ടാവില്ല. കാരണം നമ്പർ ഓഫ് പേഴ്സൺസ് കുറവാണ് ആപ്ലിക്കേഷൻസ് അയച്ചത്. അപ്പൊ നമ്മൾ ആരെങ്കിലും ഒരാളെ തൽക്കാലത്തേക്കെങ്കിലും കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ നിർബന്ധിച്ച് എടുക്കുന്നു എന്ന് മാത്രമേ വരുള്ളൂ. അത് ഒരു റിക്രൂട്ട്മെന്റിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷൻ തന്നെയാണ്. റിക്രൂട്ട്മെന്റിനെ നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും ബാധിക്കാം. നല്ല നല്ല ഓർഗനൈസേഷൻസ് ആണ്, നല്ല നല്ല എൻകറേജ്മെന്റ് എംപ്ലോയീസിന് കൊടുക്കുന്നവരാണെങ്കിൽ ഇറ്റ് വിൽ അട്രാക്ട് മോർ പീപ്പിൾ ടു ദ ഓർഗനൈസേഷൻ. ഒത്തിരി എംപ്ലോയീസിനെ നമുക്ക് നമ്മുടെ ഓർഗനൈസേഷനിൽ അട്രാക്ട് ചെയ്യാൻ പറ്റും. അതേസമയം ഇഫ് ദ ബെനിഫിറ്റ്സ് ഓർ ദ അഡ്വാൻറ്റേജസ് ഗിവൺ ടു ദ എംപ്ലോയീസ് ഈസ് മോർ ഓർ ലെസ്, അതായത് വളരെ അധികം ഒന്നുമില്ല, ഭയങ്കര കുറവാണെങ്കിൽ, അവർ കൊടുക്കുന്ന ബെനിഫിറ്റുകൾ കുറവാണെങ്കിൽ, നമ്പർ ഓഫ് ആപ്ലിക്കൻസ് which apply to this particular job will be less. അവിടേക്ക് അപ്ലൈ ചെയ്യുന്നവരുടെ ആളുകളുടെ എണ്ണമൊക്കെ വളരെ കുറവായിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ അതൊരു നല്ല റിക്രൂട്ട്മെന്റ് പ്രൊസീജിയർ ആകില്ല. ഉള്ളതിൽ നിന്ന് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടി വരും. ദാറ്റ് ഈസ് ദ റീസൺ. അതാണ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും എളുപ്പം നടക്കുന്ന കാര്യമാണ്. പക്ഷെ റിക്രൂട്ട് ചെയ്യുന്ന ഓർഗനൈസേഷൻസിനെ അറിയുള്ളൂ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ആളുകൾ ശരിയായ ആളുകളാണോ, ക്വാളിഫൈഡ് ആണോ, നല്ല ക്വാളിഫിക്കേഷൻ ആണോ, അല്ലെങ്കിൽ ഉള്ള ഒരാളെ തെരഞ്ഞെടുത്തു പക്ഷെ അതിനേക്കാൾ മികവ് കാണിക്കുന്ന അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ നന്നായി ചെയ്യുന്ന ആൾ ചിലപ്പോൾ നമ്മൾ അവോയ്ഡ് ചെയ്തവരിൽ പെട്ടുപോയോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വരും.
അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി ചെയ്താൽ മാത്രമേ സക്സസ് ഓഫ് ദ ബിസിനസ് ആവുള്ളൂ, ബിസിനസിന്റെ വിജയത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഓക്കെ, എന്താണ് റിക്രൂട്ട്മെന്റ് പ്രോസസ് ഒക്കെ എന്തൊക്കെയാണെന്നൊന്ന് വായിച്ചു നോക്കിയേ വേഗം. കഴിഞ്ഞോ? ബാക്കിയുള്ളവരില്ലേ അവിടെ? തുഷാര, ഷാരോൺ കഴിഞ്ഞോ വായിച്ച്? കഴിഞ്ഞു മിസ്സേ. ഓക്കെ ഓക്കെ, അടുത്തൊരു ചെറിയ ടോപ്പിക് കൂടി എടുക്കാം, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റിക്രൂട്ട്മെന്റ്. ഇനി നിയമനത്തെ സ്വാധീനിക്കുക അല്ലെങ്കിൽ അതിനെ എന്താ പറയാ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്, റിക്രൂട്ട്മെന്റിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് നമ്മൾ പറയുന്നത്. അതിലൊന്ന് സൈസ് ഓഫ് ദ ഓർഗനൈസേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് അല്ലെ. എത്രത്തോളം വലിപ്പമുള്ള, എത്ര വിസ്തൃതമായ ഒരു ഓർഗനൈസേഷൻ ആണ്, അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട. അതനുസരിച്ച് റിക്രൂട്ട്മെന്റ് എടുത്താൽ സ്മോൾ സൈസ് ഓഫ് ബിസിനസ് ആണെങ്കിൽ, സ്മോൾ സൈസ് ഓഫ് ഓർഗനൈസേഷൻ ആണെങ്കിൽ അവിടെ കുറച്ച് ആളുകളുടെ ആവശ്യമേ ഉള്ളൂ അല്ലെ. ബിഗ് സൈസ് വലുതാകുന്നതനുസരിച്ച് നമ്പർ ഓഫ് എംപ്ലോയീസ് ടു ബി പോസ്റ്റഡ് ഓർ അപ്പോയിന്റഡ് ഷുഡ് ബി മോർ, കൂടുതൽ എംപ്ലോയീസിന് ആവശ്യമുണ്ട്. അപ്പൊ സൈസ് ഓഫ് ഓർഗനൈസേഷൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണ്. സെക്കൻഡ് വൺ, കണ്ടീഷൻസ് ഓഫ് ദ എംപ്ലോയ്മെന്റ് ഇൻ ദ കമ്മ്യൂണിറ്റി വെർ ദ ഓർഗനൈസേഷൻ ഈസ് ലൊക്കേറ്റഡ്. എവിടെയാണോ നമ്മുടെ ആ ഒരു ഓർഗനൈസേഷൻ സിറ്റുവേറ്റ് ചെയ്യുന്നത്, ലൊക്കേറ്റ് ചെയ്യുന്നത്, അത് അവിടെ കിട്ടുന്ന എന്താ പറയാ വർക്കിംഗ് കണ്ടീഷൻസ്, എംപ്ലോയ്മെന്റ് അവസരങ്ങൾ എന്തൊക്കെയുണ്ട്, എങ്ങനെയൊക്കെയുള്ള അവസരങ്ങളാണ് കിട്ടുക. അതായത് ലൊക്കേഷൻ ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. നമുക്ക് പോകാനും വരാനും എളുപ്പമുള്ള സ്ഥലമാണ്. പോകാനും വരാനും എളുപ്പമാണെന്ന് വെച്ചാൽ നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെയുള്ള ഓർഗനൈസേഷനിൽ മാത്രമേ നമ്മൾ ജോലിക്ക് പോകുള്ളൂ എന്നല്ല. നമുക്ക് പോകാനുള്ള ഒരു എന്താ പറയാ ഒരു മാർഗം, ചിലപ്പോ ബസ്സുകളൊക്കെ ചെല്ലുന്നതാണോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ. അപ്പൊ കണ്ടീഷൻസും അതുപോലെ എംപ്ലോയ്മെന്റിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന എന്താ പറയാ സാഹചര്യങ്ങളും അതൊക്കെ മറ്റൊരു ഘടകം തന്നെയാണ്. അപ്പൊ ഓർഗനൈസേഷന്റെ ലൊക്കേഷൻ, കണ്ടീഷൻസ് ഓഫ് എംപ്ലോയ്മെന്റ്, ഓൾസോ അനദർ ഫാക്ടേഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് തന്നെയാണ്. പിന്നെ എന്താണ് റിസൾട്ട് ഓഫ് പാസ്റ്റ് റിക്രൂട്ടിംഗ് എഫേർട്സ് വിച്ച് ഷോസ് ദ ഓർഗനൈസേഷൻസ് കപ്പാസിറ്റി ടു ലൊക്കേറ്റ് ആൻഡ് കീപ് ഗുഡ് പെർഫോമിംഗ് പീപ്പിൾ. അതായത് എന്താ പറയാ റിക്രൂട്ട്മെന്റ് ചെയ്യുന്ന സമയത്തെ അവരുടെ മുൻപൊക്കെ ഉള്ള റിക്രൂട്ട്മെന്റ് ഓഫേഴ്സ്, എഫേർട്ടുകളൊക്കെ എങ്ങനെയൊക്കെയാണ് അവർ റിക്രൂട്ട് ചെയ്തിരുന്നത് ആളുകളെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ നോക്കും. എന്നിട്ട് അവിടെ എന്താ പറയാ എങ്ങനെയാണ് ഒരു ആളുകളെ അവിടെ ഗുഡ് പെർഫോമിംഗ് പീപ്പിൾ ആക്കി മാറ്റുക, എത്രത്തോളം അവിടെ വരുന്ന എംപ്ലോയീസിനെ അവരുടെ ആ ഒരു മാക്സിമം അവരെ യൂട്ടിലൈസ് ചെയ്യാന്ന് പറയുമ്പോൾ അവരുടെ പെർഫോമൻസിനെ ഭംഗിയാക്കുക എന്നാണ്. ഓരോ ജോലിക്കാരും ജോലി ചെയ്യുമ്പോൾ എന്തെങ്കിലും ചെയ്തു വെച്ചിട്ട് പോകുകയല്ല, നന്നായി ചെയ്തു വെച്ചിട്ട് പോകുന്നതാണ് അതിന്റെ ഒരു നല്ലത് അല്ലെ. അപ്പൊ ആ ഒരു എത്രത്തോളം പെർഫോമൻസ്, നല്ല രീതിയിലുള്ള പെർഫോമൻസ് ഓരോന്നിലും കിട്ടുന്നുണ്ട്, അതും റിക്രൂട്ട്മെന്റ്. അപ്പൊ പാസ്റ്റ് എക്സ്പീരിയൻസ് വെച്ച് അവർ നോക്കുക, ഇനി വരാനിരിക്കുന്ന എംപ്ലോയീസിൽ നിന്നും നമ്മൾ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്, അവർക്കത് തരാൻ പറ്റുമോ, ഇപ്പൊ ഉള്ള എംപ്ലോയീസിന്റെ പോലെയൊക്കെ തന്നെ അവരവിടെ പെർഫോം ചെയ്യിപ്പിച്ച് അവരെ കൊണ്ട് ഒരു നല്ല രീതിയിൽ ആക്കി വെച്ചിട്ടുണ്ട്, ഇനി വരുന്നവർക്ക് അത് തന്നെ തരാൻ പറ്റുമെന്ന് നോക്കണ്ടേ. അപ്പൊ ആ ഒരു പാസ്റ്റ് എക്സ്പീരിയൻസ് കൂടി നോക്കിയിട്ട് അതും നോക്കി അതിനു വേണ്ടിയിട്ടുള്ള ആളുകളെ എന്താ പറയാ എംപ്ലോയ് ചെയ്യിപ്പിക്കുന്നതും
മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. ഫാക്ടേഴ്സ് ആണ് അതിന്റെയൊക്കെ. പിന്നെ വർക്കിംഗ് എക്സ്പീരിയൻസ്, വർക്കിംഗ് സിറ്റുവേഷൻസ്, സാലറി പാക്കേജസ്, പിന്നെ അതർ ബെനിഫിറ്റ്സ് വിച്ച് ഇസ് പ്രൊവൈഡഡ് ബൈ ദ ഓർഗനൈസേഷൻ, ഇതൊക്കെ നമ്മളുടെ എന്താ പറയാ ഓർഗനൈസേഷന്റെ ഫാക്ടേഴ്സിനെ, റിക്രൂട്ട്മെന്റിന്റെ ഫാക്ടേഴ്സിനെ നിയന്ത്രിക്കുന്നതാണ്. ഓക്കെ, നമുക്ക് എത്രത്തോളം നല്ല ചുറ്റുപാടുണ്ട് അവിടെ ഒരു ഇരുന്ന്, അല്ലെങ്കിൽ നമുക്ക് ജോലി ചെയ്യുമ്പോൾ മറ്റു രീതിയിലുള്ള ഡിസ്റ്റർബൻസുകളൊന്നും ഇല്ല, നമ്മളുടെ പേഴ്സണലി നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്നതോ നമ്മളുടെ ഫിസിക്കലി നമ്മൾ ഡിസ്റ്റർബ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഒന്നും ഇല്ലെങ്കിൽ ഓക്കെ. അപ്പൊ വർക്കിംഗ് അറ്റ്മോസ്ഫിയർ നല്ല ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. ബെനിഫിറ്റ്, നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റുകൾ, പിന്നെ എന്താ പറയാ ഓർഗനൈസേഷനിൽ എന്താ പറയാ അവിടുത്തെ ടേൺ ഓവർ, അവരുടെ ഒരു ഇൻകം, ഇപ്പൊ ഒരു നല്ല പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യാൻ നമുക്കൊക്കെ താല്പര്യമായിരിക്കും. അതേസമയം ഏത് കാലവും എത്ര ബിസിനസ് ചെയ്തിട്ടും നഷ്ടം തന്നെയാണ്. അങ്ങനെയുള്ള ബിസിനസ്സിൽ നമുക്ക് നിൽക്കാൻ പറ്റുമോ? പറ്റില്ല. അയ്യോ, ഇപ്പോഴും തകർന്നിടിഞ്ഞ് വീണ് എന്താ പറയാ തരിപ്പണമാകാൻ എന്താ പറയാ ഇതായിട്ട് നിൽക്കുന്ന ഓർഗനൈസേഷനിൽ നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റില്ല. അപ്പൊ അതൊക്കെ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ, പിന്നെ ഫ്യൂച്ചറിൽ റിക്രൂട്ട്മെന്റ് ഡിമാൻഡ് ഉള്ള ഒരു ഓർഗനൈസേഷൻ, അങ്ങനെയൊക്കെ ഉള്ള ഓർഗനൈസേഷൻ എന്ത് ചെയ്യും, അത് ഒരു ഇമ്പോർട്ടന്റ് ഘടകമാണ് റിക്രൂട്ട്മെന്റിന്റെ. അപ്പൊ അത്തരം ഇവിടെയൊക്കെ ഒത്തിരി ആളുകൾ അപ്ലിക്കേഷൻസ് ആയിരിക്കും, നമുക്ക് റിക്രൂട്ട്മെന്റിന് സാധ്യതകളുണ്ട്. കാരണം അത് അതനുസരിച്ച് ഡെവലപ്ഡ് ആകുന്നുണ്ട്, അതുകൊണ്ട് തന്നെയാണ്. ഓക്കെ, ലെവൽ ഓഫ് സീസണാലിറ്റി ഓഫ് ഓപ്പറേഷൻസ്, ഫ്യൂച്ചർ എക്സ്പാൻഷൻ, പ്രൊഡക്ഷൻ പ്രോഗ്രാംസ് എക്സെട്ര. അപ്പൊ എന്താ പറയാ, ഇനി നമ്മളുടെ ഓരോ സീസൺസിൽ ഉണ്ടാകുന്ന എന്താ പറയാ വ്യത്യാസങ്ങൾ, ഓപ്പറേഷൻസ്, ഒത്തിരി പ്രവർത്തനങ്ങൾ ഓരോ സീസണൽ ചേഞ്ചസിനനുസരിച്ച് മാറുന്ന ചില ഓർഗനൈസേഷൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫ്യൂച്ചറിൽ എക്സ്പാൻഡ് ചെയ്യാൻ നിൽക്കുന്ന ഓർഗനൈസേഷൻസ് ഉണ്ട്. പിന്നെ അവിടുത്തെ പ്രൊഡക്ഷൻ പ്രോഗ്രാംസ്, ഇതൊക്കെ നമ്മളുടെ റിക്രൂട്ട്മെന്റിനെ, അതായത് ഫ്യൂച്ചറിൽ ഡെവലപ്പ് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ എംപ്ലോയീസിന് ആവശ്യമുണ്ടല്ലോ, അപ്പൊ റിക്രൂട്ട്മെന്റുകൾ നടത്തേണ്ടി വരും. അപ്പൊ അങ്ങനെയുള്ളതൊക്കെ അതും ഒരു റിക്രൂട്ട്മെന്റിന്റെ ഫാക്ടറാണ്, അതിനെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ്. പിന്നെന്താ, കൾച്ചറൽ, ഇക്കണോമിക്, ലീഗൽ ഫാക്ടേഴ്സ്, ഇത് നമ്മുടെ എന്താ പറയാ സാംസ്കാരികപരമായിട്ടുള്ളത്, സാമ്പത്തികപരമായിട്ടുള്ളത്, പിന്നെ നിയമപരമായിട്ടുള്ള ഒത്തിരി ഘടകങ്ങളും നമ്മളുടെ റിക്രൂട്ട്മെന്റിന്, ഇത് കുറെ നിയമങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ PSC വഴിയൊക്കെ നിയമനങ്ങൾ കിട്ടുമ്പോൾ അതിൻ്റെതായ ഫോർമാലിറ്റീസ് ഉണ്ട്. നമ്മൾ PSC എക്സാം എഴുതണം, റാങ്ക് ലിസ്റ്റിൽ വരണം, അങ്ങനെയൊക്കെ ഉണ്ട്. ഒത്തിരി കടമ്പകൾ കടന്നിട്ടാണ് നമുക്ക് ആ ഒരു റിക്രൂട്ട്മെന്റിലേക്ക് എത്താം. അപ്പൊ അതിൻ്റെതായ ലീഗൽ ഫോർമാലിറ്റീസ് ഉണ്ട്, ഇക്കണോമിക് ഫോർമാലിറ്റീസ് ഉണ്ട്, കൾച്ചറൽ ഫോർമാലിറ്റീസ് ഉണ്ട്. ഇതൊക്കെ തീർന്നാൽ ശേഷം മാത്രമേ അപ്പോയിന്റ്മെന്റ് കിട്ടാൻ പറ്റുള്ളൂ. അതും ഒരു ഫാക്ടറാണ്. അപ്പൊ ഏതൊക്കെയാണ് ഫാക്ടേഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് എന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക എന്നുള്ളത് മാത്രം. കുഞ്ഞു കഷ്ണം പഠിച്ചാൽ മതി കേട്ടോ. സൈസ് ഓഫ് ഓർഗനൈസേഷൻ, പിന്നെ എന്താ പറയാ വർക്കിംഗ് കണ്ടീഷൻസ് അല്ലെങ്കിൽ വർക്കിംഗ് അറ്റ്മോസ്ഫിയർ, പിന്നെ എന്താ പറയാ ലെവൽ ഓഫ് സീസണാലിറ്റി ഓപ്പറേഷൻസ്, കൾച്ചറൽ, ഇക്കണോമിക്, ലീഗൽ ഫാക്ടേഴ്സ് ഇടയിലുണ്ട് അല്ലെ. ഗ്രോത്ത് വിത്ത് ദ റേറ്റ് ഓഫ് ഓർഗനൈസേഷൻ, അതായത് ഓർഗനൈസേഷന്റെ ഒപ്പം ഉള്ള വളർച്ച, പടിപടിയായിട്ടുള്ള വളർച്ച, ഗ്രോത്ത് റേറ്റ് ആണ് ഉദ്ദേശിച്ചത് കേട്ടാ. ഗ്രോത്ത് റേറ്റ് ഓഫ് ഓർഗനൈസേഷൻ, വിത്ത് അവിടെ ഇല്ല. ഗ്രോത്ത് റേറ്റ് ഓഫ് ഓർഗനൈസേഷൻ, വളർച്ചയുടെ ആ ഒരു എന്താ പറയാ റേഷ്യോ എങ്ങനെയാണെന്ന്, എന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷം ഇത്രയായിരുന്നു, അതിനേക്കാൾ ഇത്ര ഗ്രാഫ് മുകളിലേക്ക് പോയിട്ടുണ്ട് ആ ഓർഗനൈസേഷന്റെ വളർച്ച, പിന്നെയും പൊങ്ങിയാണ്. ഈ പൊങ്ങിയിട്ട് ഒറ്റ പൊക്കങ്ങൾ പൊങ്ങിയിട്ട് പിന്നെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഓർഗനൈസേഷന്റെ വളർച്ചയല്ല, അത് തകർച്ചയാണ്. ഓക്കെ, അപ്പൊ ആ ഗ്രോത്ത് റേറ്റ് അതൊരു ഇമ്പോർട്ടന്റ് ഘടകമാണ്. അങ്ങനെ ഗ്രോയിങ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യാനാണ് നമുക്കൊക്കെ താല്പര്യം. അപ്പൊ അങ്ങനെയുള്ളവർക്ക് പെട്ടെന്ന് ഈ റിക്രൂട്ട്മെന്റുകൾ നടക്കും. അല്ലാത്തവർക്ക് ആളുകളെ ആപ്ലിക്കേഷൻ നല്ല റിക്രൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ അതൊക്കെ ഒരു ഘടക ഫാക്ടർ തന്നെയാണ്. ദീസ് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ റിക്രൂട്ട്മെന്റ് ഓഫ് ആൻ ഓർഗനൈസേഷൻ. ഏതൊരു ഓർഗനൈസേഷന്റെയും റിക്രൂട്ട്മെന്റിനെ സ്വാധീനിക്കുന്ന കുറച്ച് ഘടകങ്ങളാണ്. 6-7 ഫാക്ടേഴ്സ് ആണുള്ളത് കേട്ടോ. ഓക്കെ, അത് വായിച്ചു നോക്കണം. അതിന് മുമ്പ് ഈ ഒരു പോയിന്റ് അങ്ങോട്ട് എഴുതിയേക്കട്ടെ. പ്രൊമോഷണൽ ചാനൽ എന്ന് നമ്മളൊരു സാധനം കണ്ടു, അതെന്താണെന്നൊന്ന് എഴുതി വെച്ചേക്കാം. പ്രൊമോഷണൽ ചാനൽ എന്ന് പറഞ്ഞാൽ നമ്മൾ മീഡിയാസിലൊക്കെ പരസ്യം ചെയ്തിട്ട് അവിടെ നിന്ന് ആ പരസ്യം കണ്ടിട്ട് ആളുകൾ ആപ്ലിക്കേഷൻസ് അയച്ച് അതിൽ നിന്ന് ആളുകളെ ലേബറേഴ്സിനെ വാക്കൻസീസ് ഫില്ല് ചെയ്യാൻ വേണ്ടി റിക്രൂട്ട് ചെയ്യുന്നത്, അതാണ് ഉദ്ദേശിക്കുന്നത്. പ്രൊമോഷണൽ ചാനൽ എന്നൊന്ന് ഹെഡിങ് ചെയ്താ, ഒരു ഹൈഫൻ ഇട്ടിട്ട് ചെയ്താ, മെത്തേഡ് ഫോർ the placement of the company through advertisements including internet, TV,
radio, etc. Okay. ആ ഫാക്ടേഴ്സ് ഒന്ന് വേഗം വായിച്ചു നോക്കിയേ. ശരണ്യ മിസ്, പിന്നെ ആരായിരുന്നു ഇന്നത്തെ ക്ലാസ്? 2 ഉണ്ടല്ലോ. ഇംഗ്ലീഷോ? രമ്യ ടീച്ചർ. അങ്ങനെയാണ്. നിർമ്മല ടീച്ചറിന്റെയും ശരണ്യ മിസ്സിന്റെ ആയിരുന്നു ഇന്നത്തെ ക്ലാസ് അല്ലേ? അടുത്ത അവർ എനിക്ക് തോന്നുന്നു ശരണ്യ മിസ് കയറും കേട്ടോ. അടുത്ത അവർ ശരണ്യ മിസ്സിന്റെ ആണ്. നിർമ്മല ടീച്ചറിന്റെ ക്ലാസ് ആണ് ഇന്ന്. നിങ്ങൾക്ക് മാറ്റിയേക്കണേ. കാരണം ആ ടീച്ചർക്ക് വേറെ ക്ലാസ്സിൽ ഇന്നലെ ലീവായിരുന്നു. അപ്പൊ അതുകൊണ്ട് വേറെ ക്ലാസ്സിൽ കയറേണ്ടി വന്നു. അപ്പൊ ആ ക്ലാസ്സിൽ കയറേണ്ടി വന്നപ്പോ ഇന്ന് ഇവിടെ എടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ്. അപ്പൊ ഇതൊക്കെ ഒന്ന് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കി വെക്കുക. ഇതിൽ നിന്നൊക്കെ നിങ്ങൾ ഇങ്ങനത്തെ ഇത് കുറച്ച് വായിച്ച് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുന്നതിനേക്കാൾ ഉപരി ഹ്യൂമൻ റിസോഴ്സ് എങ്ങനെ മാനേജ് ചെയ്യും. അപ്പൊ അവിടെ ഹ്യൂമൻ റിസോഴ്സസിന് വേണ്ട എല്ലാ കാര്യങ്ങളും പഠിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മളിപ്പോ റിക്രൂട്ട്മെന്റാ പഠിക്കണേ. ഇനി റിക്രൂട്ട് ചെയ്യുന്നതിന് ഇന്റർവ്യൂ വേണം. ഇന്റർവ്യൂവിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. പ്രൊമോഷൻസ് കൊടുക്കുന്നുണ്ട്, അതിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. ട്രാൻസ്ഫർ ഉണ്ട്, ഡിമോഷൻ ഉണ്ട്, പ്രൊമോഷന്റെ ഓപ്പോസിറ്റ് താഴേക്ക് തള്ളാം ആൾക്കാരെ. നേരത്തെ ജോലി ചെയ്തിരുന്ന പൊസിഷനിൽ നിന്ന് താഴേക്ക് ഇടാം, അത് ഡിവോഷനാണ്. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് ഇനിയുള്ള ഭാഗത്തുള്ളത്. അത് വായിച്ച് മനസ്സിലാക്കി വെക്കാം. ആ കാര്യങ്ങൾ എന്താണ്, ഇപ്പൊ റിക്രൂട്ട്മെന്റ് എന്താണെന്ന് ഒരു സെന്റൻസെങ്കിലും നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതിൽ നിന്നൊക്കെ 1 വേർഡ്, അതൊക്കെ 1 വേർഡ് തരുമ്പോ അങ്ങനെയെങ്കിലും ഒന്ന് അതൊക്കെ കാണാതെ പഠിക്കുക കേട്ടോ. കാരണം ഇത് വായിച്ച് മനസ്സിലാക്കി വെക്കുകയും ഫുള്ള് പാഠം നമുക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ തരാൻ പറ്റില്ല. ഇച്ചിരി വലിയ ചാപ്റ്റർ ആണെന്ന് മാത്രമല്ല, ഇത് അങ്ങനെ നമുക്ക് ഇപ്പൊ എസ്എ ക്വസ്റ്റ്യൻ പോലെയൊക്കെയാണ് ചോദിക്കണമെങ്കിൽ നമുക്ക് ആൻസർ ചെയ്താൻ പറ്റും. അല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അങ്ങനത്തെ ഒരു ചാപ്റ്റർ ആണിത്. മറ്റേ ഇതിനു മുമ്പ് നമ്മൾ നേരത്തെ പഠിച്ചിരുന്ന ചാപ്റ്റേഴ്സ് പോലെ ഇപ്പൊ 1 വേർഡുകൾ അധികം തരാൻ പറ്റിയ മെഡിക്കലുമായിട്ട് മാത്രം ബന്ധപ്പെട്ടതല്ല. ഇതെല്ലാ ഓർഗനൈസേഷനും വേണ്ടിയിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത് എല്ലാ ഓർഗനൈസേഷനിലെയും ഒരു ഭാഗമാണ് മാൻ പവർ എന്ന് പറയുന്നത്. അപ്പൊ അതിനെ മാനേജ് ചെയ്യുന്നതിനെ കുറിച്ചതായതുകൊണ്ട് തന്നെ കുറച്ച് അറിഞ്ഞിരിക്കേണ്ട ടോപ്പിക്കാണ് 1 വേർഡ് ചെയ്യുന്നതിനേക്കാൾ. അല്ലെങ്കിൽ നമുക്ക് 1 വേർഡുകൾ ആൻസർ ആയിട്ട് തരുമല്ലോ, അത് നിങ്ങൾ പഠിച്ചാൽ മതി കാണാതെ. ഓക്കെ ഓക്കെ. അപ്പൊ ഇത്ര വരെയൊക്കെ ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. സോ നെക്സ്റ്റ് ഡേ നമുക്ക് കാണാം. താങ്ക് യു.